ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وقال تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനിൻ്റെ പേരിലുള്ള ഈ സദസ്സിനെ പരിപൂർണമായി കബൂലാക്കുമാറാകട്ടെ. കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി അങ്ങോട്ട് ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ പാപരഹിതമായി കഴിച്ചുകൂട്ടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്കൊക്കെ വകവെച്ചു കൊടുക്കുമ്പോൾ ഈ സാധുക്കളായ നമുക്കൊക്കെ അള്ളാഹു അതിൻ്റെ ഓഹരികൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം ദീനിൻ്റെ മാർഗത്തിൽ, ഇൽമിൻ്റെ മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിൽ പരസ്പര സ്നേഹത്തോടെ സഹകരണത്തോടെ ഒന്നിച്ചു നിൽക്കാനും ഉറച്ചു നിൽക്കാനും അവസാനം അതേ നിലയിൽ ഈമാനോടുകൂടി മരണപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. നാളെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അവൻ ഇഷ്ടപ്പെട്ട ആളുകളോടൊപ്പം നമ്മളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഇനിയും റമളാനിനെ കണ്ടുമുട്ടാനും അതിലെ സൽക്കർമ്മങ്ങളിലൊക്കെ പങ്കാളികളാകാനും കൂടുതൽ ഇൽമ് നേടാനും അമൽ ചെയ്യാനും ഒക്കെയുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഇന്നലെ തറാവീഹ് നമസ്കാരത്തിൽ സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗം, സൂറത്ത് മറിയം, സൂറത്ത് താഹ, സൂറത്തുൽ അംബിയാഇൻ്റെ തുടക്കത്തിൽ നിന്നും ചെറിയ ഭാഗം, ഇത്രയുമാണ് ഓതിക്കേട്ടത്. സൂറത്തുൽ കഹ്ഫ് നമ്മൾ സാധാരണ എല്ലാ വെള്ളിയാഴ്ചകളിലും പാരായണം ചെയ്യുന്ന സൂറത്താണ്. വെള്ളിയാഴ്ച ദിവസം അത് ഓതുന്നത് പ്രത്യേകം സുന്നത്താണ്, വലിയ കൂലിയുള്ള സംഗതിയാണ്. ഓതിയാൽ മാത്രം പോരാ, അതിലൂടെ അള്ളാഹു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങളെക്കുറിച്ചിട്ട് അറിയുക കൂടി ചെയ്യണം നമ്മൾ. സൂറത്തുൽ കഹ്ഫ് വളരെ പ്രാധാന്യമുള്ള സൂറത്താണ്. വലിയ വലിയ വിഷയങ്ങളെയും തത്വങ്ങളെയും ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നമുക്ക് പകർന്നു തരുന്ന പരിശുദ്ധ വാക്യങ്ങളാണ്.
രണ്ടാമത് സൂറത്തു മറിയമാണ്. അതും വളരെ പ്രസിദ്ധമായ ചരിത്രത്തെ അള്ളാഹു രസകരമായ നിലയിൽ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് പകർന്നു തരുന്ന അധ്യായമാണ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക്, മക്കളെ കൊണ്ട് വിഷമിക്കുന്നവർക്ക്, മക്കൾ മാതാപിതാക്കളെ കൊണ്ട് വിഷമിക്കുന്നവർക്ക്, കൃത്യസമയത്ത് മാപ്പിളയെ കിട്ടാത്തതിൻ്റെ പേരിൽ നെഞ്ചുരുകി കഴിയുന്ന പെൺകുട്ടികൾക്ക്, വിവാഹം മുടങ്ങിപ്പോകുന്ന ആളുകൾക്ക്, വിവാഹാനന്തരം വിധവയെന്ന് വിളിക്കപ്പെടുന്നവരുടെ വേദനകൾക്ക് ഒക്കെ ആശ്വാസം നൽകുന്ന, ഇതൊക്കെ ഓരോന്നും അല്ലാഹു നമ്മൾ നിസ്കാരത്തിൽ ഓതി കേൾക്കുന്ന വചനങ്ങളിലൂടെ മനോഹരമായ നിലയിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ അങ്ങനെ ഈണത്തിലും ഇമ്പത്തിലും ഓതൽ മാത്രം പോരാ, ഓതി കൂലി കിട്ടിയാൽ മാത്രം പോരാ. ഓതണം, ഓതിയാൽ കൂലി കിട്ടണം, ഓതിക്കൊണ്ടേയിരിക്കണം, ഓതൽ വർദ്ധിപ്പിക്കണം, കൂലി കൂടുതൽ കരസ്ഥമാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അതോടൊപ്പം പടച്ചവൻ നമ്മളോട് സ്നേഹത്തോടെ പറയുന്ന ഈ വിഷയങ്ങളൊക്കെ എന്താണ് എന്ന് കേൾക്കാനും കൂടി ശ്രമിക്കണം. അപ്പോഴാണ് നമുക്ക് ഖുർആനിനോടൊരു ആത്മബന്ധം ഉണ്ടാവുക, അടുപ്പമുണ്ടാവുക. അതിലുപരി വാത്സല്യനിധിയായ കാരുണ്യവാനായ നമ്മുടെ രക്ഷിതാവിൻ്റെ നമ്മളോടുള്ള അടുപ്പത്തെയും സ്നേഹത്തെയും നമുക്ക് മനസ്സിലാവുക. ഇങ്ങനെ സൂറത്തു മറിയം വളരെ വിശദമായി പല വിഷയങ്ങളിലൂടെയും നമ്മുടെ ഹൃദയത്തെ തഴുകി ഇങ്ങനെ കടന്നു പോകുന്നു. ചരിത്രത്തിൻ്റെ ആവിഷ്കാരത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഒരാകർഷണീയത, അതോടൊപ്പം തന്നെ ആ പരിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഓരോ വരികളും വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, ഓതുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഇമ്പം, ഒരാനന്ദം. സുബ്ഹാനല്ലാഹ്. കാഫ് ഹാ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. തുടക്കം മുതൽക്ക് തന്നെ ദുഃഖത്തിൻ്റെയും വേദനയുടെയും നൊമ്പരത്തിൻ്റെയും തർജ്ജമ ചെയ്യാൻ പറ്റാത്ത ശബ്ദത്തോടുകൂടിയാണ് അള്ളാഹു നമ്മളെ കേൾപ്പിച്ചു തുടങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെപ്പോലത്തെ സാധുക്കൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കും കുറേ നൊമ്പരങ്ങളും വേദനകളും ഉണ്ടല്ലോ. പറഞ്ഞാലും തീരാത്ത നിലയിൽ സഹിച്ച് നമ്മളുടെ മനസ്സ് മുരടിച്ചു പോകുമാറ് വ്യക്തിപരമായി, കുടുംബപരമായി, ദാമ്പത്യപരമായി, സാമ്പത്തികമായി, സാമൂഹികമായി, രാഷ്ട്രീയമായിട്ടൊക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യഥകൾ. പെണ്ണുങ്ങൾ വേറെ, ആണുങ്ങൾ വേറെ, വാപ്പമാർ വേറെ, ഉമ്മമാർ വേറെ, മക്കളെ കൊണ്ട് മാതാപിതാക്കൾ വേറെ, മാതാപിതാക്കളെ കൊണ്ട് മക്കൾ വേറെ, ഇങ്ങനെയൊക്കെ ഇതെല്ലാം അള്ളാഹു ഓരോ ആയത്തുകളിലൂടെയും നമുക്ക് ഓതി നമ്മളെ ആശ്വസിപ്പിക്കുകയാണ്, സമാധാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സൂറത്ത് മറിയമിന് ശേഷം പിന്നെ സൂറത്ത് താഹയാണ്. സൂറത്ത് താഹ. ഓരോ ആയത്തുകൾ ഓതിയതും ഓരോ സൂറത്തുകൾ കേട്ടതും അതിൽ നിന്നും മുസ്ലിമീങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉൾക്കൊള്ളേണ്ടതുമായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ പറയണം. ശരിക്കും നമ്മൾ തഅലീമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഓതാൻ പോകുന്ന ഖുർആനിനെ സംബന്ധിച്ചിട്ട് അതിൽ നമ്മൾ എന്തൊക്കെയാണ് കേൾക്കാൻ പോകുന്നത് എന്ന് ഏകദേശം ഒരു ധാരണ ഇരിക്കുന്ന എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനവും പരിചയപ്പെടുത്തലും ആകണം നമ്മുടെ തഅലീം. പക്ഷെ അത് നമുക്ക് സമയം കിട്ടുന്നില്ല. അങ്ങനെയാകുമ്പോൾ ഈ കേട്ടതിൻ്റെ വികാരത്തോടുകൂടി, ആവേശത്തോടുകൂടി ഖുർആനിൻ്റെ വചനങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറയും, നമ്മുടെ ഹൃദയങ്ങൾ ഇങ്ങനെ പടയ്ക്കും. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട്, ഹൃദയങ്ങൾ പടച്ചുകൊണ്ട് പടച്ചവൻ്റെ വചനങ്ങൾ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്തൊരനുഭൂതിയായിരിക്കും. പക്ഷെ നമുക്ക് എല്ലാ സൂറത്തുകളെക്കുറിച്ചിട്ടും അങ്ങനെ പറയാൻ സമയമില്ലല്ലോ. സൂറത്തുകളെക്കുറിച്ച് പറയാൻ സമയമില്ല, പിന്നാണ് ആയത്തുകളെക്കുറിച്ച് പറയാൻ കഴിയുന്നത്.
എന്നാൽ ഇന്നലെ ഒരുപാട് ആയത്തുകളും പല വിഷയങ്ങളും ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോയപ്പോൾ ഏകദേശം സൂറത്ത് താഹയുടെ അവസാനത്തെ പേജ് ഓതി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ശ്രദ്ധയിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നൽകിയ ഒരു താക്കീതിൻ്റെ ശബ്ദം കേട്ടു. അത് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നു. മൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അള്ളാഹു പറയാ, ഒരു ദീർഘമായ ചരിത്രത്തെ അതിൻ്റെ വ്യത്യസ്ത തലങ്ങളിലൂടെ സ്പർശിച്ച് നമ്മളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചതിന് ശേഷം അതിനെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ അള്ളാഹു പറയുന്നു, അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്, അതിനെ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. അപ്പോഴാണ് അള്ളാഹു പറയുക, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു പൊതുവായ സന്ദേശം ഞാൻ പറയാം. മൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക മൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. ആരെങ്കിലും എൻ്റെ സ്മരണയിൽ നിന്നും എൻ്റെ ദിക്റിൽ നിന്നും എന്നെ അനുസരിക്കുന്നതിൽ നിന്നും എന്നെ ആരാധിക്കുന്നതിൽ നിന്നും എനിക്ക് ഇബാദത്തെടുക്കുന്നതിൽ നിന്നുമൊക്കെ മാറി നിൽക്കുകയും വിട്ടു നിൽക്കുകയും ചെയ്തു, എന്നാൽ ഫഇന്ന ലഹു മഈശതൻ ദൻക, അവന് ജീവിത പ്രയാസങ്ങളിലൂടെ ഇടുങ്ങിയ ജീവിതാനുഭവങ്ങളിലൂടെ അള്ളാഹു പരീക്ഷണം നൽകുന്നതാണ് ഖുർആൻ പറയാം. സാധാരണഗതിയിൽ നമ്മളുടെ ജീവിത പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങൾ മാറിയിട്ട് ഒരു വിശാലത ആസ്വദിക്കാനും അനുഭവിക്കാനും വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഇബാദത്തുകൾ മുടക്കുന്നത്, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ലംഘിക്കുന്നത്. എന്താ ജമാഅത്തിനൊന്നും പള്ളിയിലേക്ക് കാണാത്തത്? ഭയങ്കര തിരക്കാ, നോമ്പല്ലേ. അതിപ്പോൾ ഒന്നും ആരും പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. ഇപ്പോൾ എല്ലാവരും അള്ളാഹു നമ്മുടെയൊക്കെ കച്ചവടങ്ങളിൽ ബർക്കത്ത് തരുമാറാകട്ടെ. മാർക്കറ്റ് വളരെ പോക്കാ, വളരെ വീക്കാ. മാർക്കറ്റ് വളരെ പോക്കാ, വളരെ വീക്കാ. അള്ളാഹു നമ്മുടെയൊക്കെ കച്ചവടങ്ങളിൽ ബർക്കത്ത് തരുമാറാകട്ടെ. ബർക്കത്ത് വേണമല്ലോ പ്രിയപ്പെട്ടവരെ, ബർക്കത്ത് വേണം, കച്ചവടം വേണം, സമ്പത്ത് വേണം. 10-15 ദിവസക്കാലം ഞാൻ പ്രസംഗിച്ചിട്ട് കച്ചവടം വേണ്ട, ബർക്കത്ത് വേണ്ട, പൈസ വേണ്ട എന്ന് പറയാനല്ല, അതൊക്കെ വേണം. അള്ളാഹു നമുക്കൊക്കെ നിറഞ്ഞ ബർക്കത്ത് തരുമാറാകട്ടെ. ബർക്കത്ത് അള്ളാഹു ഇങ്ങനെ നിറച്ച് തരണം. അതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ കോരി 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 കൊടുക്കുകയും വേണം. രണ്ടും വേണം കേട്ടോ. ഇങ്ങോട്ട് വരുന്നത് മാത്രം പോരാ, ഇങ്ങോട്ട് വരണം, വരുന്നതിനനുസരിച്ചിട്ട് വാരി 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 കൊടുക്കണം. കൊടുക്കും തോറും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വർദ്ധിപ്പിച്ച് തരികയും ചെയ്യും. കാമ്പസാറിൻ്റെ പരിസരം മുഴുവനും ഹോൾസെയിലും റീറ്റെയിലുമായിട്ടുള്ള വലിയ വലിയ ഷോപ്പുകളാണ്, മാർക്കറ്റാണ്, കാം ബസാറാണ്. ഇവിടെയാണ് വിപണി, ഇവിടെയാണ് കച്ചവടം നടക്കുന്നത്, ഇവിടെയാണ് സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ലാഭമാണ്. അങ്ങനെ ലാഭം അള്ളാഹു തആല നമുക്കിഷ്ടം പോലെ തരണമെങ്കിൽ തരും ഇൻഷാ അല്ലാഹ്. മുസ്ലിമീങ്ങൾ അള്ളാഹു പാഴാക്കുമൊന്നുമില്ല, അള്ളാഹു നമ്മൾ പാഴാക്കുമൊന്നുമില്ല, നമുക്ക് തരും. ചെറിയ ചെറിയ കുരുക്കും കുടുക്കൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. നമ്മളുടെ ഈ ബസാറിലുള്ള ഷോപ്പുകൾ, വരുമാന മാർഗങ്ങൾ, അതിനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ നടുക്കിങ്ങനൊരു പള്ളിയില്ലേ, പടച്ചവൻ്റെ ഭവനം, അതിനെ മറക്കരുത്. അത് നമ്മൾ ഓർക്കണം. നമ്മൾ നമ്മുടെ വീട് നന്നാക്കാൻ വേണ്ടി, നമ്മൾ നമ്മളുടെ അന്നം തേടാൻ വേണ്ടി, നമ്മുടെ ഭാര്യ മക്കളുടെ ജീവിതം സുഭിക്ഷമാക്കാൻ വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്, ശരി തന്നെ. പക്ഷേ ആ രംഗത്ത് നമ്മൾ നമ്മളുടെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ ഭവനത്തെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, സഹായിക്കണം, അല്ലേ? നമ്മൾ നമ്മുടെ വീട് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കുമ്പോൾ പടച്ചവൻ്റെ പള്ളി പെയിൻ്റ് അടിക്കണ്ടേ? പടച്ചവൻ്റെ പള്ളി പെയിൻ്റ് അടിക്കാൻ ആരാ വരിക? മീക്കായിൽ അലൈഹി ഇസ്ലാം വരുമോ? മീക്കായിൽ അലൈഹി ഇസ്ലാം ആണല്ലോ മഴ, കാറ്റ്, വെയിൽ എല്ലാത്തിൻ്റെയും ചുമതല. അപ്പോൾ പള്ളി പെയിൻ്റ് അടിക്കാനോ മീക്കായിൽ വരുമോ? അങ്ങനൊന്നും വരാനൊന്നും സാധ്യതയൊന്നുമില്ല. മീക്കായിലിനെ കൊണ്ട് പള്ളി പെയിൻ്റ് അടിപ്പിക്കാൻ പടച്ചവന് കഴിയാഞ്ഞിട്ടൊന്നുമല്ല. മീക്കായിലിനെ കൊണ്ട് പള്ളി പണിയാൻ പടച്ചവന് കഴിയാഞ്ഞിട്ടൊന്നുമല്ല. അതിൻ്റെ പടച്ചവന് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ ആണ്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുക. അങ്ങനെ തന്നെ ഇത്രയും വലിയ ഗോളങ്ങളെയൊക്കെ സ്വന്തം കഴിവുകൊണ്ട് കുൻ എന്ന് പറഞ്ഞ് സൃഷ്ടിക്കാൻ കഴിവുള്ള പടച്ചവന് പിന്നെ നമ്മളെ ഈ ഒരു കൊച്ചു പള്ളി പണിയാനും പരിപാലിക്കാനും പെയിൻ്റ് അടിക്കാനും വല്ല പ്രയാസമുണ്ടോ? പിന്നെ പടച്ചവൻ നമുക്കൊരു ചാൻസ് തരുന്നതാണ്. വേണമെങ്കിൽ ചാൻസ് വാങ്ങാം. നമുക്ക് നമ്മളുടെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗം
അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടി കൊടുക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ അൽഹംദുലില്ലാ സന്തോഷമായി, നമുക്ക് സന്തോഷമായി. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കച്ചവടത്തിൽ മുഴുകുമ്പോൾ, പണമുണ്ടാക്കുന്ന തിരക്കിൽ കുടുങ്ങുമ്പോൾ, ഭൗതികമായ സുഖാഡംബരങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ, വിശാലത ആശിക്കുമ്പോൾ നമ്മൾ പണയപ്പെടുത്തുന്നത്, നമുക്ക് നഷ്ടം വരുന്നത്, ചിലപ്പോഴെങ്കിലും നമ്മൾ പുറകോട്ട് പോകുന്നത് ഇബാദത്തുകളിൽ നിന്നാണ്, നന്മയിൽ നിന്നാണ്. നന്മയിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകും. പക്ഷെ അള്ളാഹു പറയാണ് അത് തെറ്റിദ്ധാരണയാണ്. മൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻക. മൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ. എൻ്റെ ദിക്റിൽ നിന്നും ഇബാദത്തിൽ നിന്നും എന്നെ അനുസരിക്കുന്നതിൽ നിന്നും ആരെങ്കിലും പുറകോട്ട് പോയാൽ അവൻ്റെ ജീവിതം അങ്ങേയറ്റം കുടുസാകും. പണിഞ്ഞ് ഇങ്ങനെ പണിയാന്നല്ലാണ്ട് എപ്പോഴാണ് ഈ പണിയൊന്ന് തീരുക, എപ്പോഴാണ് ഒരു റെസ്റ്റ് എടുക്കുക, എപ്പോഴാണ് ഒന്ന് സ്വസ്ഥമാവുക, എപ്പോഴാണ് ഒന്ന് സമാധാനത്തിൽ നീണ്ടു നിവർന്ന് കിടക്കുക. ഇന്നലെ എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട്, എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരനാണ്. അതേ ഈ നോമ്പും പിടിച്ചുകൊണ്ട് ദീർഘമായ യാത്ര ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എനിക്കത് തീരെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു അദ്ദേഹത്തോട് രണ്ടാഴ്ചകൾക്ക് മുമ്പ്. പക്ഷെ അതൊന്നും തലയിൽ കയറുന്നില്ല. പിന്നെ ഇങ്ങനെ പാച്ചിൽ. പ്രാവശ്യം വന്നപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഉള്ള ചങ്ങാത്ത അവിടെ നിന്നോട്ടെ, ഇനി അയാളെ ഗുണദോഷിച്ചിട്ട് അയാളുടെ കോപത്തിന് നമ്മൾ റമദാനുമായിട്ട് വാങ്ങി വെക്കുന്നത്. മിണ്ടിയില്ല. പക്ഷെ എൻ്റെ പിന്നാലെ ഇങ്ങനെ ഞാൻ മിണ്ടിയില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും മിണ്ടിയില്ല. എൻ്റെ പിന്നാലെ നടന്ന് ലാസ്റ്റ് തറാവീന് ശേഷം എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതം കട്ട പുകയായി. അപ്പോൾ ഞാൻ തലയാട്ടി. ഇതാ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അതെൻ്റെ ഭാഷയെ പറഞ്ഞു. ഇപ്പം അത് ഞാൻ പറഞ്ഞില്ലേ, പ്രസംഗത്തിൽ പറയാം. ചിലപ്പോൾ അത് കേൾക്കുന്ന അദ്ദേഹം കേട്ടോട്ടെ, എൻ്റെ ആത്മസുഹൃത്താണ്. അതുകൊണ്ട് അത് കേട്ട് മനം മാറിയാൽ സന്തോഷം, അൽഹംദുലില്ലാ. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ ഒന്നും മിണ്ടിയില്ല, ഞാനിങ്ങനെ മിണ്ടാണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഷൈജുവിൻ്റെ ഉപ്പ പറഞ്ഞതുപോലെ പട്ടി പാതിരാത്രി വരെ പാച്ചിൽ. പട്ടിക്കൊട്ടും കിട്ടിയതുമില്ല, പട്ടിയുടെ പാച്ചിലൊട്ടും തീരുന്നുമില്ല. ഞാൻ മിണ്ടിയില്ല. പക്ഷെ ആ വാക്ക് ഞാൻ അങ്ങനെ കാണാതെ പഠിച്ചു. എനിക്കതൊരു വലിയ പാഠമാണല്ലോ, മനസ്സിലായോ? ആ വാക്ക് ഞാൻ അങ്ങനെ തന്നെ കാണാതെ. പട്ടിക്ക് പാച്ചിൽ തീരുന്നേ ഇല്ല, പട്ടിക്കൊട്ടും കിട്ടുന്നുമില്ല. പട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പട്ടി എന്ന് പറയും, നിങ്ങൾ അത് പറയൽ കുറവാണല്ലേ? വാസ്തവത്തിൽ അങ്ങനെ തന്നെയല്ലേ പ്രിയപ്പെട്ടവർ? എത്ര കാലമായി നമ്മളിങ്ങനെ പാച്ചിൽ. ഇപ്പോഴും പാച്ചിൽ തന്നെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് തരുമാറാകട്ടെ. മൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. ഇവിടെ പണിയെടുത്ത് ഒരു സ്വസ്ഥതയെ സമാധാനം കിട്ടിയില്ല. ഞെരുക്കം, കടം, ബാധ്യത, കഷ്ടം ഒക്കെ ബാക്കിയാക്കി എങ്ങനെയോ ഭൂമിയിൽ നിന്നും പിരിഞ്ഞു പരലോകത്തെത്തി. ഖിയാമത്ത് അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ അവൻ്റെ കണ്ണ് രണ്ടും കാണുന്നില്ല. രണ്ട് കണ്ണും കാണുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഖുർആനിനെ നമ്മൾ ജീവിതാനുഭവങ്ങളിലൂടെ അർത്ഥം വെക്കുമ്പോൾ രണ്ട് കണ്ണും കാണാതാകാൻ വേണ്ടി അങ്ങ് ഖിയാമത്ത് വരെ കാത്തുക്കൊന്നും വേണ്ട. നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ, നമ്മുടെ പ്രിയപ്പെട്ട കാരണവന്മാർ, മുതിർന്നവർ, പ്രിയപ്പെട്ടവരെ നമ്മളെയൊക്കെ പോറ്റി കോലത്തിലാക്കാൻ വേണ്ടി പണിയെടുത്ത് ഒരു ദിവസം അവരുടെ കണ്ണ് കാണുന്നില്ല. കൊണ്ടുപോയി പരിശോധിച്ച് നോക്കിയപ്പം ചെറിയ തിമിരമാണ്, സർജറി ചെയ്താൽ ശരിയാവുമെന്ന് പറഞ്ഞു. ചെറിയ തിമിരത്തിന് സർജറി ചെയ്തിട്ട് ശരിയായില്ല. പിന്നെന്താന്ന് ചോദിച്ചപ്പോൾ അതിലേക്ക് വരുന്ന ഞരമ്പുകൾക്ക് ഷുഗർ ബാധിച്ചതാണ്, ഞരമ്പ് തളർന്നു പോയി. ഞരമ്പ് പോയാൽ പിന്നെ സർജറി കൊണ്ടൊന്നും കാര്യമില്ല. പിന്നെയും ചില ആളുകളുടെ മനസ്സിനെ കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് വന്നു. ഞരമ്പ് വെറുതെ വടക്കായതല്ല, അവിടെ ഇവിടെയൊക്കെ ചെറിയ ചില കലകൾ കാണുന്നുണ്ട്. അത് ട്യൂമറാണോ എന്ന് സംശയമുണ്ട്. അള്ളാഹു നമ്മുടെ ഉമ്മമാരുടെ ഉറ്റവരെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി ഖുർആനായത്ത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നും ആലോചിക്കും. നഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. ഖിയാമത്ത് നാളിൽ അവരെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവർക്ക് കണ്ണ് കാണുന്നില്ല. അവർ അത്ഭുതത്തോടു കൂടി അള്ളാഹുവിനോട് ചോദിക്കും, റബ്ബി ലിമ ഹശർതനി അഅമാ, റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറാ, റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറാ. എന്താ പടച്ചവനെ, ഇവിടെ ഞങ്ങൾ എഴുന്നേറ്റ് നോക്കുമ്പം കണ്ണ് തുറന്നിട്ട് കണ്ണ് കാണുന്നില്ലല്ലോ, പണ്ട് ഞങ്ങൾക്ക് കാഴ്ച ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കും. അത് ഞാൻ പറഞ്ഞ ഖിയാമത്ത് നാൾ വരെ കാത്തു നിൽക്കണമെന്നൊന്നുമില്ല. പണിയെടുത്ത് ഈ കോലത്തിൽ മൂലയിൽ കഴിയുന്ന ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ചില ആളുകൾക്ക് വൃക്ക നഷ്ടപ്പെട്ടു, ചില ആളുകൾക്ക് ഹാർട്ട് ഫെയിലിയറായി, വേറെ ചില ആളുകൾക്ക് ലിവർ നഷ്ടമായി. എന്തിനു വേണ്ടി? എൻ്റെ ദുനിയാവ് നന്നാക്കാൻ വേണ്ടി,
എൻ്റെ ജീവിതം സുഖകരമാക്കാൻ വേണ്ടി ഞാനിങ്ങനെ ആയാലും വേണ്ടിയില്ല, എൻ്റെ മക്കൾ സുഖമായി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. എൻ്റെ മക്കൾ, നമ്മളെങ്ങനെ നമ്മുടെ വാപ്പമാരെ മറക്കും പ്രിയപ്പെട്ടവരെ? നമ്മളെങ്ങനെ നമ്മുടെ ഉമ്മമാരെ മറക്കും? നമ്മളെങ്ങനെ നമ്മുടെ മുതിർന്നവരെ നമ്മൾ മറക്കും? ഖിയാമത്ത് നാൾ വരെ ഒന്നും ചിലപ്പോൾ നോക്കിക്കണമെന്നില്ല, കാത്തിക്കണമെന്നില്ല. ഇവിടെ തന്നെ നമ്മൾ അനുഭവം കാണുക. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു മനുഷ്യൻ നിരാശപ്പെട്ടുകൊണ്ട് അവൻ്റെ കണ്ണ് രണ്ടും കാണാതെ ഉയർത്തെഴുന്നേൽപ്പിന് വിധേയനാക്കപ്പെടുമ്പോൾ അവൻ അത്ഭുതത്തോടുകൂടി അള്ളാഹുവിനോട് ചോദിക്കും, യാ റബ്ബി ലിമ ഹശർതനി അമാ, എന്തേ എൻ്റെ രണ്ട് കണ്ണും കാണാതെ നീ എന്നെ എണീപ്പിച്ചത്? മുമ്പ് കാണുമായിരുന്നല്ലോ, വഖദ് കുന്തു ബസീറ, പണ്ട് എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ എന്ന് പറയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വചനം, ഖാല ഖദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ, قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അതെ, ഇങ്ങനെയായിരുന്നു പണ്ട് ഭൂമിയിൽ നിനക്ക് രണ്ട് കണ്ണിനും കാഴ്ചയുള്ളപ്പോൾ നിന്റെ മുമ്പിൽ എൻ്റെ കലാമിനെ ഞാൻ അവതരിപ്പിച്ചു തന്നു, എൻ്റെ കൽപ്പനയെ ഞാൻ ഇറക്കി തന്നു, എൻ്റെ വചനങ്ങളെ ഞാൻ അവതരിപ്പിച്ചു തന്നു, എൻ്റെ നിയമങ്ങളെ ഞാൻ നിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നു. പക്ഷേ നീ അതിനെ കാണാൻ കൂട്ടാക്കിയില്ല. കാണാൻ സമയമില്ലായിരുന്നു, തിരക്കായിരുന്നു, ഓട്ടത്തിലായിരുന്നു, പാച്ചിലായിരുന്നു. ഞാൻ എൻ്റെ വചനങ്ങളെ എന്നെന്നും നിന്റെ കണ്ണിന് കാഴ്ച നിലനിൽക്കാനും നിന്റെ ജീവിതം സുഖകരമാകാനും വേണ്ടി ഇറക്കി തന്ന കാലഘട്ടത്തിൽ നീ അതിനെ കാണാൻ കൂട്ടാക്കിയില്ല, വായിക്കാൻ കൂട്ടാക്കിയില്ല, പഠിക്കാൻ കൂട്ടാക്കിയില്ല, ജീവിതത്തിൽ പകർത്താൻ കൂട്ടാക്കിയില്ല. ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ ഞാൻ കണ്ണ് തന്നത്, അത് നീ അവിടെ ഉപയോഗിക്കാതായപ്പോൾ പിന്നെ എന്തിനാ കണ്ണെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങ് തിരിച്ചെടുത്തു. ഇപ്പം കണ്ണില്ലാതെ നീ എഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ വാക്യത്തെ ഓതുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളുടെ അധ്വാനങ്ങളൊന്നും പാഴാകരുത്, നമ്മളുടെ അധ്വാനങ്ങൾ നഷ്ടക്കച്ചവടത്തിൽ കലാശിക്കരുത്. ആർക്കാനും വേണ്ടി അധ്വാനിച്ചിട്ട് നമ്മളുടെ ആയുസ്സും ആഫിയത്തും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ആർക്കാനും വേണ്ടിയുള്ള ഈ നെട്ടോട്ടത്തിൽ നമ്മളെ മറക്കരുത്. അങ്ങനെ നമ്മളെ മറന്നുപോയാൽ നമുക്ക് ഇങ്ങനത്തെ വലിയ നഷ്ടം ഉണ്ടാകും. ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തേണ്ടത്, പടച്ചവനെ, പരിശുദ്ധ റമദാൻ വന്നു, 15 ദിവസമായി, ഇനി ആകെ 15 ദിവസമേ ബാക്കിയുള്ളൂ. ഈ ദിവസങ്ങളെ കൊണ്ട് ഞാൻ എന്തെല്ലാം ചെയ്യണം, എനിക്ക് എന്തെല്ലാം നേടണം, എന്തെല്ലാം കരസ്ഥമാക്കണം, നന്മകൾ നേടിയെടുക്കണ്ടേ? ആ ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. അമൽ ചെയ്യാനുള്ള, നന്മ ചെയ്യാനുള്ള, കൂടുതൽ സ്വർഗത്തെ കരസ്ഥമാക്കാനുള്ള, ജീവിതത്തിൻ്റെ വിശുദ്ധിയെ കൂടുതൽ ഊട്ടിയുറപ്പിക്കാനുള്ള അധ്വാനത്തിലായി നമ്മുടെ സമയത്തെയും ആയുസ്സിനെയും ആഫിയത്തിനെയും വിനിയോഗിക്കാനുള്ള ഒരു ആവേശം നമുക്കുണ്ടാകണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് അത് തരുമാറാകട്ടെ. അശ്രദ്ധ പാടില്ല, ഗഫലത്ത് പാടില്ല, മടി പാടില്ല. അനാവശ്യമായ നിലയിൽ നമ്മുടെ സമയങ്ങൾ എവിടെയും പാഴാക്കരുത്. അത് ശ്രദ്ധിക്കണം, ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് ഓതിയ സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗം അത് കേട്ടപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വല്ലാതെ വിങ്ങലും വിറയലും ഒക്കെ ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. സൂറത്ത് താഹയുടെ അവസാനത്തെ വരികളിലൂടെ നമ്മൾ വായിച്ചു കേട്ടത്, നമ്മുടെ ജീവിതത്തെ പരമാവധി അധ്വാനത്തിൽ നിരതമാക്കണം, അമാലുകളിൽ സജീവമാക്കണം, അധികമായി ആഖിറത്തിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി പണിയെടുത്ത് സ്വർഗം സമ്പാദിക്കാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മളെ അധ്വാനനിരതരാക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു തആല അവിടെ നമ്മെ ഉപദേശിച്ചത് എങ്കിൽ, ഇവിടെ പടച്ചോൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട വേറൊരു താക്കീത് നമ്മൾ ശ്രദ്ധിക്കണം. എന്താ താക്കീത്? നമ്മൾ ചെയ്യുന്ന അമലുകളൊന്നും ആരാന് വേണ്ടി ആയിപ്പോകരുത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആയിപ്പോകരുത്, പൊങ്ങച്ചത്തിന് വേണ്ടി ആകരുത്, ജനങ്ങളുടെ ഇടയിൽ പ്രീതി ലഭിക്കാൻ വേണ്ടിയിട്ട്, പ്രസിദ്ധി ലഭിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ആ ഒരാളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ആകരുത്. നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും, നമുക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും അല്ല, എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണത്. അള്ളാഹു പറയാ, ഖുൽ, അവരോട് പറയണം, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല,
ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, തങ്ങളുടെ അധ്വാനങ്ങളൊക്കെ നഷ്ടത്തിലായി പോയ ആളുകളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തരട്ടെ. സംഗതി അമൽ ചെയ്തു, കുറേ അങ്ങ് അമൽ ചെയ്തു, കുറേ സദക്കയും സക്കാത്തും ഒക്കെ കൊടുത്തു, എന്തൊക്കെയോ ചെയ്തു. പക്ഷെ അതൊക്കെ നഷ്ടത്തിൽ കലാശിച്ചു പോയ ഒരാളിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് അള്ളാഹു ചോദിക്കാം. അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ, അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അത് അവരുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ നന്മയുടെ മാർഗത്തിലെ അധ്വാനങ്ങളെല്ലാം പാഴാക്കി കളഞ്ഞവരാണ്. പാഴാക്കി കളയാൻ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അവസാനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അല്ലാഹു ആ വിശുദ്ധ വചനം അധ്യായം നിർത്തുമ്പോൾ പറഞ്ഞു നമ്മളോട്. ഒന്നാമത്തേത്, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഒന്ന്, അമലെ സാലിഹാത്തുകൾ ചെയ്യണം. അമലെ സാലിഹാത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഖുൽ ഇന്നമാ അന ബശറും മിത്ലുകും യൂഹാ ഇലൈ അന്നമാ ഇലാഹുകും ഇലാഹു വാഹിദ്. ഇത് പറഞ്ഞിട്ടൊക്കെയാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. നമ്മൾ വിചാരിക്കരുത് പരിശുദ്ധ ഖുർആൻ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരധ്യായം തുടങ്ങി അങ്ങ് അവസാനിക്കുകയല്ല. ഒരധ്യായം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും അത് കേൾക്കുന്ന അടിമകൾക്ക് നൽകാൻ വളരെ പ്രസക്തമായ ഒട്ടനവധി സന്ദേശങ്ങളുള്ളത് കൊണ്ടാണ് ഖുർആൻ ഇന്നും അമാനുഷികമായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നത്, ലോകത്തിന് മുമ്പിൽ നിലനിൽക്കുന്നത്. അള്ളാഹു പറയാ, അമലെ സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നും നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നബിയാണ്, റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യൂഹാ ഇലൈ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ വഹിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എങ്ങനെയാണോ ജീവിക്കാൻ പഠിപ്പിച്ചത്, കാണിച്ചു തന്നത്, അതുപോലെ ജീവിക്കുന്നതിനാണ് അമലെ സാലിഹാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അമലെ സാലിഹാത്തുകൾ, നേരായ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത് നമ്മളിൽ അധികരിക്കണം, ഉണ്ടാകണം. അതോടൊപ്പം നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഈ ഇബാദത്തുകളിൽ, ഈ സൽക്കർമ്മങ്ങളിൽ, ദാനധർമ്മങ്ങളിൽ, സദഖാ സക്കാത്തുകളിൽ, പള്ളി പണിയുന്നതിൽ, പള്ളി പരിപാലിക്കുന്നതിൽ, എന്തായിക്കോട്ടെ, അതിലൊന്നും അള്ളാഹു അല്ലാത്ത വേറെ ഒരു ലക്ഷ്യവും കടന്നു വരരുത്. അള്ളാഹു അല്ലാത്ത ഒരു ലക്ഷ്യവും കടന്നു വരരുത്. അത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇത് രണ്ടും നമുക്ക് ഇല്ലാതായി പോയാൽ ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. ഈ പറയുന്ന ആളുകളുടെ, അഥവാ ഇഖ്ലാസോടുകൂടി അല്ല നമ്മൾ ചെയ്തതെങ്കിൽ, അമലെ സ്വാലിഹാത്തിന്റെ രൂപത്തിൽ അഥവാ സുന്നത്തിന്റെ അടിപ്പടയിലല്ല നമ്മുടെ അമലുകൾ നടന്നതെങ്കിൽ, പിന്നെ ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, അവൻ്റെ വലിയ അമലുകൾക്ക് പോലും നാളെ പരലോകത്ത് ഒരു തൂക്കവും ഉണ്ടാവൂല. ഞാൻ അതിനെ കണക്കാക്കുക തന്നെ ഇല്ല. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, അതിനൊരു തൂക്കം ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിൽ ജീവിത വിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് അമലുകളിൽ നിരതരാകുന്ന മുസ്ലിം സമുദായത്തിലെ ഓരോ സഹോദരി സഹോദരന്മാരും ശ്രദ്ധിക്കേണ്ട സംഗതി, സമയം പാഴാകാതെ ശ്രദ്ധയോടുകൂടി പരമാവധി നല്ല അമലുകൾ ചെയ്യണം. പരലോകത്തേക്ക് വേണ്ടി സുഹൃതങ്ങൾ സംഭരിക്കണം, അതിൽ ശ്രദ്ധിക്കണം. എന്നാൽ അവിടെ ഒന്നും നമുക്ക് വഴിപഴച്ചു പോകരുത്. സുന്നത്തിൻ്റെ മാർഗത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കരുത്. നമ്മുടെ ഹൃദയങ്ങളിൽ ഇഖ്ലാസ് നഷ്ടപ്പെടാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ബാക്കി ഭൗതികമായ നിലയിൽ കാണുക, ദാലിക ജസാഉഹും ജഹന്നം ബിമാ കഫറു വത്തഖദു ആയാതി വറസുലി ഹുസ്വ. പടച്ചോൻ പറഞ്ഞില്ലേ, ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, ഖിയാമത്തിന്റെ നാളിൽ ഞാൻ അതിനെ ഒന്നും ഒരു ചെറിയ തൂക്കമായി പോലും പരിഗണിക്കൂല. തൂക്കമായി പരിഗണിക്കണ്ടേ? ഇവിടെ 700 കോടി രൂപ നാട്ടുകാരുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്തു നമ്മളെ ഭരിക്കുന്ന ഒരു സർക്കാർ. വിഷയം മാറുന്നുണ്ടോ?
ഇടയ്ക്കൊക്കെ വിഷയം മാറിയാലാണല്ലോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നും അല്ലെങ്കിൽ എന്നെ കുറ്റം പറയാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. 700 കോടി രൂപ നാട്ടുകാരുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും കാമ്പസാറിൻ്റെ തെരുവോരങ്ങളിലൂടെ കച്ചവടം ചെയ്തിട്ടും പെട്ടിപ്പീഴയെ നടത്തിയിട്ടും ചുമടെടുത്തുകൊണ്ട് നടന്നിട്ടും ഒക്കെ സമ്പാദിച്ചുണ്ടാക്കിയ പൈസയിൽ നിന്നും ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരിക്ക് വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയ വീടില്ലായ്മയുടെ ദുരിതവും ദുരന്തവും കണ്ടപ്പോൾ അകമഴിഞ്ഞ് നമ്മൾ സഹായിച്ചു, അല്ലേ? സഹായിച്ചു. 700 കോടി രൂപ ഖജനാവിലേക്ക് ആരാൻ്റെ കീശയിൽ നിന്നും സ്വരൂപിക്കുകയും 1 കൊല്ലത്തിലധികം കൈമേ വെച്ചിട്ട് അതിൻ്റെ പലിശയൊക്കെ വാങ്ങി അവരിങ്ങനെ കാറിനകത്ത് മലർന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സുഖം എടുക്കുകയൊക്കെ ചെയ്തിട്ട് ഇപ്പം 58 വീടുകൾ കൊടുക്കുകയാണ്. കൊട്ടിഘോഷിക്കുക, 58 വീടുകൾ കൊടുക്കുക. എത്ര കോടിക്കുക? നിങ്ങൾ വിചാരിച്ച് ഈ അനസുസാദന് ഒന്നും തിരിയില്ല, ഇയാൾ എപ്പോൾ നോക്കിയാലും ഖബറും മഹ്ശറയും ആഖിറവും ഒക്കെ പറയല്ലേ. ഇയാൾ പേപ്പർ വായിക്കുന്ന കാണുന്നില്ല, ഇയാൾ TV കാണുന്നില്ല, ഇതൊന്നും ഇയാൾക്ക് തിരിയൊന്നുമില്ല. വേണ്ട, നമുക്ക് അങ്ങനെ ഈ പറയുന്നതിലൂടൊന്നും തിരിയണമെന്നൊന്നുമില്ല പ്രിയപ്പെട്ടവർ. എന്നാലും നമ്മൾ ചോറ് തിന്നുന്നവരല്ലേ. ഇപ്പോൾ ഷുഗറായതുകൊണ്ട് കുറച്ച് ചോറ് കുറച്ചാലും അധികം നമ്മൾ ചോറല്ലേ തിന്നുന്നത്. 700 കോടി രൂപ എൻ്റെയും നിങ്ങളുടെയും കീശയിൽ നിന്നും അകമഴിഞ്ഞ് സഹായിച്ചത് പിരിച്ച് ഖജനാവിൽ വാങ്ങിയിട്ട് 1 കൊല്ലം കൈമേ വെച്ചിട്ട് ഇപ്പം 55 വീട് കൊടുത്തു. എന്തിനാ 55 വീട് ഇപ്പം കൊടുക്കുന്നത്? ഉടനെ ഇലക്ഷൻ വരും, അപ്പോഴേക്ക് തിരിച്ചത് ഓട്ടായി വരണ്ടേ? ഞാൻ ചോദിക്കുന്നു പ്രിയപ്പെട്ടവരെ, നമ്മൾ ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന എന്ന് പറയുന്നില്ലേ? ഖിയാമത്ത് നാളാകണമെന്നൊന്നുമില്ല. ഇതിന് ഖിയാമത്ത് നാളിൽ ഒരു ചെറിയ അളവ് പോലും ഇതിനെ ഞാൻ തൂക്കൂല എന്ന് പടച്ചവൻ പറയുക. ഞാൻ ഇത് ഖുർആനായത്തൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞാൻ ഖുർആനായത്ത് കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ചിന്ത പോവുക. ഖുർആൻ പറഞ്ഞതല്ലേ, ശരിയാ, എങ്ങനെ തൂക്കാൻ പറ്റും? 700 കോടി രൂപ കയ്യിൽ കിട്ടി, തിരിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് 55 വീടാ. എന്താ ഈ 55 വീട് എന്ന് പറഞ്ഞാൽ ഒരു വീടിന് ഏറ്റവും കുറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഒരു വീടിന് 1 കോടി റുപ്യാണ് ചിലവാകുന്നത് വിചാരിച്ചോ. ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കാമ്പസാറിലെ മുതലാളിയുടെ വീടിന് ഇപ്പോൾ 1 കോടി റുപ്യ ചിലവാക്കിയോ? ഇല്ല. 1 കോടി റുപ്യയ്ക്ക് വീടെടുത്തു എന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ 700 വീട് ഉണ്ടാവണ്ടേ? 700 വീട്. ഇനി 50 ലക്ഷം രൂപയ്ക്കാണ് ഒരു വീടെങ്കിൽ 1500 വീടുണ്ടാകണ്ടേ? ഇത് പഠിക്കാൻ, ഇത് പറയാൻ, ഇത് മനസ്സിലാക്കാൻ നമുക്ക് വലിയ ബുദ്ധിയും കഴിവൊന്നും വേണമെന്നില്ലല്ലോ. പക്ഷേ പടച്ചവൻ ചില സ്ഥലത്ത് നമ്മളെയൊക്കെ ഇങ്ങനെ പരീക്ഷിക്കും. ഞാൻ പറഞ്ഞത് ഇത്രയും കോടികൾ ആരാൻ്റെ കയ്യിൽ നിന്ന് പിരിച്ചുണ്ടാക്കിയിട്ട് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ 10-1%, 100-1%, 1000-1%, 10,000-1% പോലും എത്തിക്കുന്നില്ലെങ്കിൽ പോലും ഐറ്റിങ്ങൾ ഇതങ്ങോട്ട് കൊടുത്തതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് അവിടം വരെയും ഫ്ലക്സ് വെച്ചിട്ടും സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ പരസ്യം കൊടുത്തിട്ടും എത്ര കോടി ഉറുപ്പ്യ ഖജനാവിൽ നിന്ന് ചിലവാക്കുന്നത്? നിങ്ങളെന്താ വിചാരിച്ചത്? ഈ റോട്ടുമേ കാണുന്ന നേതാക്കന്മാരുടെയും രാഷ്ട്രീയ പ്രമുഖന്മാരുടെയും കട്ടൗട്ടറുകൾ കാണുമ്പം അതങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നതാ? എൻ്റെയും നിങ്ങളുടെയും ടാക്സിൽ നിന്നും എൻ്റെയും നിങ്ങളുടെയും ഇങ്ങനെ പിരിച്ചെടുക്കുന്നതിൽ നിന്നും ചിലവാക്കിക്കൊണ്ടാണ് അവരെ ആളാകാൻ ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നത് ഖുർആൻ പള്ളിക്കാര്യം പറഞ്ഞാൽ മതി, ഖുർആൻ മിമ്പർ കാര്യം പറഞ്ഞാൽ മതി, മിറാബ് കാര്യം പറഞ്ഞാൽ മതി. ഖുർആൻ നിയമസഭയിലേക്ക് തുടരരുത്, ഖുർആൻ രാജ്യസഭയിലേക്ക് തുടരരുത്, ഖുർആൻ ലോകസഭയിലേക്ക് തുടരരുത്, ഖുർആൻ അവിടെ നിന്നാൽ മതി. മുസ്ലിയാരെ പള്ളിപ്രശ്നം പറഞ്ഞാൽ മതി, പള്ളി കമ്മിറ്റിക്ക് പൈസ സഹായിക്കണേ നിങ്ങൾ പറഞ്ഞോ കുഴപ്പമില്ല, നമുക്ക് ഇതാ പെയിൻ്റ് അടിക്കാൻ പൈസ വേണം തരണേന്ന് പറഞ്ഞോ കുഴപ്പമില്ല. പക്ഷേ നിയമസഭയിലേക്ക് നിങ്ങൾ തുടരരുത്, രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ തുടരരുത്. ഞാൻ പറയുന്ന പോലെ തിരിയുന്നുണ്ടോ? വലുതായിട്ട് തിരിയണമെന്നൊന്നുമില്ല. എന്നത്തോടെ തീർന്ന് ഞാൻ പോവാണ്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, 700 കോടി രൂപ പിരിച്ചെടുത്ത ഒരു വിഭാഗം അതിൽ നിന്നും അർഹതായ ആളുകൾക്ക്, ഇരകൾക്ക് നൽകുന്നത് അതിൻ്റെ എത്ര ഒരു അംശമാണ്. പക്ഷേ അവരുടെ പേരും പെരുമയും ഭൂമിയിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോളം ഇങ്ങോളം ചെലവഴിക്കുന്നത് എത്ര കോടികളാണ്. ചിന്തിക്കണ്ടേ നിങ്ങൾ? നാളെ പരലോകത്തെത്തുമ്പോൾ ഈ 55 വീടുകൾ എവിടെ ഉണ്ടാവും? എവിടെ ഉണ്ടാവില്ല. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. അതാ ഖുർആൻ പറഞ്ഞു, ഫലാ നുഖീമു ലഹും. കാരണം നമ്മൾ കണക്ക് കൂട്ടിയിട്ട് നമുക്കത് എവിടെയെങ്കിലും വെക്കാൻ തോന്നുന്നുണ്ടേ, നമ്മൾ കണക്ക് കൂട്ടിയിട്ട് അതെവിടെയെങ്കിലും വെക്കാൻ തോന്നുന്നുണ്ടേ. വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കുറിച്ചിട്ട് ഒരു രാത്രിയിൽ വിവരം കിട്ടിയപ്പോൾ കുറച്ച് സാധുക്കളായ ആലിമ്യങ്ങളും മുത്തല്ലിമ്യങ്ങളും അടങ്ങുന്ന എനിക്കറിയുന്ന സാധുക്കൾ അവരിരുന്നു, കരഞ്ഞു, ദുആ ചെയ്തു. രാത്രിക്ക് രാത്രി അവരവരുടെ വീടുകളിൽ നിന്നും കട്ടിലും ബെഡും മറ്റ് സാധനങ്ങളും ഒക്കെ കയറ്റി ഒരു പക്ഷേ അങ്ങോട്ട് കയറ്റിവിടാത്ത സാഹചര്യത്തിൽ ലോറിയിൽ കൊണ്ടുപോയി അവിടെ കുറേ സാധുക്കളെ മാറ്റി പാർപ്പിച്ചു. അവർക്ക് വാടക വീടുണ്ടാക്കി കൊടുത്തു. അവരെ ഇത്രയും കൊല്ലം അവരെ പോറ്റാൻ ശ്രമിച്ചു. എന്നിട്ട് അവർക്ക് വേണ്ടി നിങ്ങളുടെ ഭാഷയിൽ മൂല്യമാരെന്നും പള്ളിത്തൊഴിലാളി യൂണിയൻ എന്നും വിളിക്കുന്ന ആ സാധുക്കളായ മുത്താലിമ്യങ്ങളും ആലിമ്യങ്ങളും ചേർന്ന് കുറേ വീടുകളുണ്ടാക്കി.
അവരുടെ വീടുകളിൽ അൽഹംദുലില്ലാഹ് സുഖമായി ആ പാവങ്ങൾ താമസിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് വരെ നിങ്ങൾ എവിടെയും ഒരു ഫോട്ടോയിൽ അത് കണ്ടു കാണൂല, ഒരു വീഡിയോയിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അത് കണ്ടു കാണൂല. അതിനാണ് പരലോകത്തിന് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മം എന്ന് പറയുന്നത്. പരലോകത്തിന് വേണ്ടി നമ്മൾ സൽക്കർമ്മം ചെയ്യേണ്ടത്, പരലോകത്തിന് വേണ്ടിയാണ് നമ്മൾ സംഗതി കൊടുക്കേണ്ടത്. പക്ഷേ ഭരിക്കുന്ന വിഭാഗത്തിന് പടച്ചവൻ ഒരു ഹള്ള് കൊടുക്കും. ഭരിക്കുന്ന വിഭാഗത്തിന് മാത്രമല്ല, എല്ലാവരെയും അങ്ങനെയാണല്ലോ. അള്ളാഹു തആല ഓരോരുത്തരെയും ഓരോരോ ലെവലിൽ ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുക. ചില ആളുകൾക്ക് സുഖം കൊടുക്കാനുള്ള അവസരം അള്ളാഹു കുറച്ച് കാലത്തേക്ക് കൊടുക്കും. മത്താഉൻ ഖലീൽ, കുറച്ച് കാലത്തേക്ക് ഒരു സുഖമുണ്ട്. അതുകൊണ്ട് ഇത്തരം ആളുകൾ എന്ത് വിവരക്കേടുകൾ വൃത്തികേടുകൾ ക്രമക്കേടുകൾ എന്ത് കാട്ടിയാലും അവസാനമാവും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോഴേക്ക് ആളുകളുടെ കണ്ണ് അങ്ങ് തള്ളിപ്പോവും. പിന്നെയും നമ്മൾ അങ്ങ് വോട്ട് കൊടുക്കുക, അവനെ തന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. സാധാരണയാണ്. പണ്ട് ബോറടിക്കുന്നുണ്ടോ? ഒന്ന് നിർത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ ആരെങ്കിലും? അല്ലേ? പണ്ട് ഇതുപോലെ കാമ്പസാറ് പോലത്തെ ഒരു മാർക്കറ്റിൽ ഒരു സാധുവായ മനുഷ്യൻ കച്ചവടം ചെയ്യാറ്. കച്ചവടം അവനവൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് അനാദി ഹോൾസെയിൽ എന്ന് വിചാരിച്ചോ, അനാദി ഹോൾസെയിലായിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക. കച്ചവടം ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം എല്ലാ ദിവസവും കണക്ക് നോക്കും. ഉദാഹരണത്തിന് 1 കിലോ അരി 5 റുപ്യ വെച്ചിട്ടാണ് ആ പാവം വിറ്റുകൊണ്ടിരിക്കുന്നത്. അയാൾ എല്ലാ ദിവസവും കണക്ക് കൂട്ടി നോക്കുമ്പോൾ രാവിലെ വന്ന് രാത്രി വരെ ഇരുന്ന് കഷ്ടപ്പെട്ട് അരി 5 റുപ്യക്ക് ഞാൻ വിറ്റുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വൈകുന്നേരം നോക്കുമ്പോൾ കണക്ക് നഷ്ടം. കുടുംബത്തിൻ്റെ കാര്യമൊന്നും നടക്കുന്നില്ല, എൻ്റെ കാര്യമൊന്നും നടക്കുന്നില്ല, വാടക കൊടുക്കാൻ കഴിയുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നാട്ടുകാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കച്ചവടം നടന്നില്ലെങ്കിലും പിരിവ് കച്ചവടം എന്ന് പറയുന്ന സംഗതി നടക്കുന്നുണ്ടല്ലോ അല്ലേ? എന്താ നിങ്ങൾക്കൊരു അനക്കമില്ലാത്ത? ഈ കാമ്പസുകാർ കച്ചവടക്കാരും ഇല്ല ഇവിടെ. നിങ്ങളുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കുമ്പോൾ എനിക്കൊരു സപ്പോർട്ട് തരണ്ടേ? ഒരു കച്ചവടവും നടന്നില്ലെങ്കിലും പിരിവ് കച്ചവടം നന്നായിട്ട് നടക്കും. പിരിവ് പൗരമുഖ്യൻ എന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ നാട്ടിൽ പിരിവ് മുഖ്യന്മാരുണ്ട്, മുഖ്യന്മാരല്ല. പള്ളിയുടെ ആവശ്യത്തിനെങ്ങാനും വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ന്യായങ്ങളാണ്. ഇവിടുത്തെ നമ്മുടെ മുസ്ലിം മാപ്പിളമാരുടെ എല്ലാ അവസ്ഥ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ന്യായങ്ങളാണ്. വലിയ കഷ്ടപ്പെട്ട് മെനക്കെട്ട് ഇങ്ങനെ ഞെരുക്കി 1000 ഉറുപ്പ്യ കൊണ്ട് 1000 ഉറുപ്പ്യയും 10,000 ഉറുപ്പ്യൻ്റെ അളപ്പൊന്നും. പ്രിയപ്പെട്ടവരെ, അതെല്ലാം മാറി വരണം. പള്ളിക്ക് നമ്മൾ അകമഴിഞ്ഞങ്ങ് കൊടുക്കണം. അല്ലാഹു തആല നമ്മളറിയാതെ മേലേന്ന് നമുക്ക് തരും. വേണമെങ്കിൽ പരീക്ഷിച്ച് വായിച്ചോ. ഇവിടെ കൊടുത്താൽ അവിടെ കിട്ടുമെന്ന് പറയുന്നില്ലേ? അവിടെ കിട്ടാന്ന് പറഞ്ഞാൽ അങ്ങ് ഖിയാമത്ത് നാൾ വരെ പോകണ്ടും വേണ്ട, ഇവിടെ തന്നെ പടച്ചോ നമുക്ക് തരും, സംശയം വേണ്ട. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അപ്പം കടയിൽ ഒരു കച്ചവടവും നടന്നില്ലെങ്കിലും പിരിവ് നന്നായി നടക്കും. ആ കസ്റ്റമർ ഇങ്ങനെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ട്. അപ്പോൾ ഈ പാവം വൈകുന്നേരം കണക്ക് കൂട്ടിയിട്ട് വിചാരിച്ചു, പടച്ചോനെ ഇനി 5 റുപ്യക്ക് അരി വിറ്റാൽ ഏടെ എത്തൂല, അതുകൊണ്ട് ഒരു 10 റുപ്യെങ്കിലും വിലയിടണം. പക്ഷെ അന്നത്തെ ഭരണം ഇന്നത്തേതുപോലെയുള്ള മേയറുടെയും മറ്റും ഭരണമല്ല. അതുകൊണ്ട് രാജാവിനെ പോയി കണ്ടു അദ്ദേഹം. ശ്രദ്ധിച്ച് കേൾക്കണേ, രാജാവിനെ പോയി കണ്ടു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, എൻ്റെ അവസ്ഥ കണ്ടില്ലേ, ബാലൻസ് ഷീറ്റ് കണ്ടില്ലേ, കച്ചവടത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥ കണ്ടില്ലേ, 5 റുപ്യക്ക് അരി വിറ്റാൽ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്കൊരു അനുമതി തരണം. എന്താ അനുമതി വേണ്ടത്? 5 റുപ്യ എന്നുള്ളത് 1 കിലോ അരിക്ക് 10 റുപ്യ ആക്കണ അനുവാദം തരണം. 10 റുപ്യ. രാജാവ് പണ്ട് അങ്ങനെയല്ലേ ചിരിക്കുന്നത്? 10 റുപ്യ. എൻ്റെ പ്രജകളെ വിഷമിപ്പിക്കാൻ വേണ്ടി 10 റുപ്യ. ആ മഹാരാജ, അങ്ങനെ അല്ലാതെ വേറെ രക്ഷയില്ല, എനിക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല, അങ്ങനെ ഇങ്ങനെ നല്ലയാൾ അവധ പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ശരി, നീ ഒരു കാര്യം ചെയ്യ്, നാളെ മുതൽക്ക് നിൻ്റെ കടയിൽ അരി വിൽക്കുന്നത് 30 റുപ്യ എന്ന് പ്രഖ്യാപിക്കുന്നു. 30 റുപ്യക്ക് 5 റുപ്യ 10 ആക്കാൻ വേണ്ടിയിട്ട് രാജാവിനോട് അനുമതി ചോദിച്ചപ്പോൾ 10 അല്ല 30 റുപ്യ എന്ന് പ്രഖ്യാപിക്കൂ എന്ന് പറഞ്ഞു. ഈ പാവം പറഞ്ഞു, മഹാരാജാവേ, അങ്ങനെ ഞാൻ ഒറ്റയടിക്ക് 5-ൽ നിന്ന് 30-ലേക്ക് വർദ്ധിപ്പിച്ചാൽ നാട്ടിൽ കലാപം ഉണ്ടാവില്ലേ, കുഴപ്പമുണ്ടാവില്ലേ, സമരം വരൂലേ, സ്ട്രൈക്ക് വരൂലേ, ബന്ദ് വരൂലേ, ആളുകൾ കുഴപ്പാക്കൂലേ? നീ അതൊന്നും നോക്കണ്ട, രാജാവായ ഞാനല്ലേ പറയുന്നത്, ധൈര്യത്തിൽ പൊയ്ക്കോ, നിൻ്റെ കടയിൽ ഒരു ബോർഡ് വെക്ക്, നാളെ മുതൽ അരിക്ക് 30 റുപ്യ എന്ന് ബോർഡ് വെക്കാം. രാജാവിൻ്റെ ഓഫർ അല്ലേ, രാജാവിൻ്റെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഇടയിൽ കൊടുത്ത ഓഫർ പോലെ ആ ഓഫർ വാങ്ങിയിട്ട് ഇയാൾ പോയി ധൈര്യത്തിൽ അടുത്ത ദിവസം പീടികയുടെ മുമ്പിൽ ഒരു വലിയ ബോർഡ്, ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. ഇന്ന് മുതൽ ഈ കടയിൽ 1 കിലോ അരിക്ക് 30 രൂപ ആയിരിക്കുന്നതാണ്. 30 രൂപ. രാവിലെ പാവം
കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് 1/2 കിലോ അരി വാങ്ങി കഞ്ഞി ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് 1-2 ആളുകൾ വന്ന് ഇയാളെ പീടിക തുറക്കാൻ കാത്തു നിന്നപ്പോൾ ഒരു പുതിയ ബോർഡ്, ഇന്നലെ വരെ 5 റുപ്യായിരുന്നു, ഇന്ന് 30 റുപ്യ. സംഘടിച്ചു. സംഘടിക്കാൻ എളുപ്പമാണല്ലോ നമ്മുടെ നാട്ടിൽ. സംഘടിച്ചു, സിന്ദാബാദ് വിളിച്ചു, കൂക്കി വിളിച്ചു, ആളുകളെല്ലാം കൂടി ഭയങ്കര കലാപമായി, കുഴപ്പവും പ്രശ്നവും ഒക്കെ വർദ്ധിച്ചപ്പോൾ ഈ പൊതുജനങ്ങൾ ഇയാളെ കുറിച്ചിട്ട് പരാതി പറയാൻ വേണ്ടിയിട്ട് രാജാവിൻ്റെ സന്നിധിയിലെത്തി. രാജാവ് അയാളെ വിളിപ്പിച്ചു. സഭയുണ്ട്, എല്ലാവരും കൂടിയിരിക്കുക. സഭയിൽ അയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. കുറ്റവാളിയായിട്ടാണല്ലോ കൊണ്ടുവരുന്നത്, കൈകളിൽ വിലങ്ങ് വെച്ചിട്ടല്ലേ കൊണ്ടുവരുന്നത്. 5 റുപ്യൻ്റെ സാധനം 30 റുപ്യക്ക് കൊടുത്തു. ജനങ്ങളെല്ലാവരും ഓശാകുലരാണ്, സിന്ദാബാദ് വിളിയിലാണ്. രാജാവ് അയാളെ കൂട്ടിൽ കയറ്റി നിർത്തിയിട്ട് അങ്ങൊന്ന് മേലെ താഴെ വരെ ഇങ്ങനെ അടിമുടിയെല്ലാം നോക്കി അയാളെ പേടിപ്പിച്ച് ദേഷ്യം പിടിച്ചു. 30 റുപ്യക്ക് അരി വിൽക്കേ. അപ്പോൾ ഇയാൾ പേടിച്ചു. എടാ നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇന്നലെ വിറ്റത്. അതെല്ലാം ഇലക്ഷൻ്റെ ഇടയ്ക്ക് പലതും പറയും, വോട്ട് കിട്ടാൻ വേണ്ടി പലതും പറയും, സ്റ്റേജിൽ കയറി നമ്മൾ പലതും പറയും. അത് സ്വാഭാവികമാണ്. പലതും പറയുന്നല്ല, പലതും ചെയ്യും. ഹൈർ അതൊക്കെ പറഞ്ഞ് നമ്മളെ നോമ്പ് വസാദ അങ്ങോട്ടൊന്നും പോണ്ട, അത് പലതും ചെയ്യും. അത് നോക്കുന്ന എന്തിനാ? രാജാവ് ആളുകളുടെ മുമ്പിൽ ഈ മനുഷ്യനെ അടിമുടി നോക്കിയിട്ട് ഭീഷണിപ്പെടുത്തി. അരിക്ക് 30 റുപ്യ, കാതു മുളച്ചിട്ട് ഇന്നോളം കേട്ടിട്ടില്ലാത്ത ഒരു ഭീമമായ വിലവർധന. ഇതെന്ത് തോന്നിയാസാ നീ ചെയ്യുന്നത്? 30 റുപ്യക്ക് അരി വിൽക്കുക, നിന്റെ കഴുത്ത് ഞാൻ വെട്ടിക്കളയും, നിന്നെ ഞാൻ തുറങ്കല്ലടച്ചോളയും. ഈ സാധുക്കളായ എൻ്റെ പ്രജകളെ നീ ഇങ്ങനെ വേദനിപ്പിക്കുകയാണോ, പീഡിപ്പിക്കുകയാണോ? 30 റുപ്യക്ക്. മഹാരാജൻ എന്ന നിലയിൽ ഞാനൊരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ഇനി മേലിൽ നിന്റെ പീടികയിൽ 30 റുപ്യക്ക് അരി കൊടുക്കാൻ പാടില്ല, 15 റുപ്യക്ക് വിറ്റോ. 15 റുപ്യക്ക് വിറ്റു. വല്ലതും തിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും തിരിയാത്ത ലക്ഷണമാണ്. 15 റുപ്യക്ക് വിറ്റു എന്ന് പറഞ്ഞു. ജനങ്ങൾക്ക് എല്ലാവരും ജയിച്ചു. ജനങ്ങൾ ഇടതുപക്ഷം വന്നു, ഞങ്ങൾ നന്നായി. അങ്ങനെയാണല്ലോ, പക്ഷം മാറിയപ്പോൾ നമ്മൾ നന്നായി, എല്ലാവരും സന്തോഷമായി. കാരണം 30 റുപ്യക്ക് വിൽക്കുമെന്ന് ഇന്ന് രാവിലെ ബോർഡ് വെച്ച സ്ഥലത്ത് പെട്ടെന്ന് 15 റുപ്യായി മാറിയില്ലേ? പകുതി ലാഭമല്ലേ? സന്തോഷമായി. മറ്റേ സാധുവിനോ പീഡിയക്കാരനോ ഭയങ്കര സന്തോഷം. കാരണം അയാൾ ഒരു 10 റുപ്യ ആക്കി തരുമോ എന്ന് ചോദിക്കാനാണ് പോയത്. ഇപ്പോൾ 10 അല്ലല്ലോ, 15 റുപ്യ ആയില്ലേ? ഇതാണ് രാഷ്ട്രീയം, ഇതാണ് കാപട്യം, ഇതാണ് നമ്മൾ ബെടക്കാവുമ്പോൾ, നമ്മൾ വളഞ്ഞു പോകുമ്പോൾ നമ്മളെ ഭരിക്കാൻ വേണ്ടി മേലെ പടച്ചോൻ കൊണ്ടുവെക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന കുരുട്ടുബുദ്ധി. ആ കുരുട്ടുബുദ്ധിയാണ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ രാഷ്ട്രീയമായി വോട്ട് ബാങ്കായി, വേറെ ചില ആളുകൾ അതിനെ ബോംബായി, മിസൈലായി ഒക്കെ ഉപയോഗിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും തന്നെയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ, സൽക്കർമ്മങ്ങൾ, അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണെങ്കിൽ, ഇഖ്ലാസോടുകൂടിയാണെങ്കിൽ അതിനെ അള്ളാഹു കബൂലാക്കും, പ്രതിഫലം തരും. ഇരട്ടി 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 പ്രതിഫലം തരും. നേരെ മറിച്ചാണെങ്കിലോ നാളെ പരലോകത്ത് അതിന് യാതൊരു വിലയും ഉണ്ടാവുകയില്ല, ഒരു തൂക്കം ഉണ്ടാവുകയില്ല. ഇന്ന് അൽഹംദുലില്ലാ നമുക്ക് അള്ളാഹു തന്ന എത്ര വലിയ നിഅമത്താണ്. നമുക്ക് നിസ്കരിക്കാം. എന്തിനു വേണ്ടി? കൂലി കിട്ടാൻ വേണ്ടി, സ്വർഗം കിട്ടാൻ വേണ്ടി, പാപമോചനം കിട്ടാൻ വേണ്ടി. അതിലുപരി എനിക്ക് നിങ്ങൾക്കൊരു വേദനയും വിഷമവും വരുമ്പോൾ നമുക്ക് വേഗം മുസല്ല വിരിക്കാം, നിസ്കരിക്കാം, സുജൂദിൽ കിടക്കാം, ദുആ ചെയ്യാം. ഇത് എത്ര വലിയ സമ്പാദ്യം, ഇത് എത്ര വലിയ ആയുധമായത്. നമ്മൾ നോമ്പെടുക്കുന്നു പ്രിയപ്പെട്ടവരെ, നമ്മുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അവൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആഖിറത്തിൽ കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമുക്ക് സദഖ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തന്നില്ലേ? അള്ളാഹു തന്ന ഏറ്റവും വലിയൊരു ഔദാര്യമല്ലേ ഈ സദഖ ചെയ്യാനുള്ള തൗഫീഖ് എന്ന് പറയുന്നത്. എങ്ങാനും നമ്മളുടെ സദഖ സ്വീകരിക്കാൻ ഇവിടെ ആളുകളില്ലാത്ത ഒരു കാലഘട്ടം വന്നാൽ എന്താവും എന്ന് ഞാനിന്ന് കാമ്പസാറിൽ നിന്ന് ഇങ്ങനെ ചോദിക്കുമ്പം നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുവെങ്കിൽ, ഒരു കാലത്ത് നമ്മുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരുന്ന് ചോദിച്ചപ്പോൾ സഹാബാക്കൾ ആദ്യം അത്ഭുതം കൂറി. പക്ഷെ ചില്ലറ കാലങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ സഹാബാക്കളിൽ തന്നെ പെട്ട പല ആളുകളും അവരുടെ സക്കാത്തിൻ്റെയും സദഖയുടെയും മുതൽ തലയിൽ വെച്ചുകൊണ്ട് വാങ്ങാൻ ആളില്ലാതെ കറങ്ങി നടന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ചരിത്രമാണിത് പ്രിയപ്പെട്ടവരെ. നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഖ്ലാസോടുകൂടി കൊടുക്കുമോ അതിനനുസരിച്ചിട്ട് നമുക്ക് അള്ളാഹു തരും, ഒരു സംശയവും വേണ്ട. എൻ്റെ ഉപ്പ പറയുന്നത് പോലെ നമ്മുടെ മാനസികാവസ്ഥ എന്താണെന്നറിയോ? എന്നാൽ പിന്നെ പടച്ചോനെ ആദ്യം നീ ഇങ്ങിത്താ, പിന്നെ ഞാൻ കൊടുക്കാം എന്ന് പറയാം. അങ്ങനെ നമ്മുടെ മനസ്സ്. എന്തിനാ അത്? ഞാൻ കൊടുത്തിട്ട് പിന്നെ നീ തരാൻ കാത്തിക്കുന്നത്? നീ പടച്ചോനല്ലേ, അതുകൊണ്ട് ആദ്യം നീ ഇങ്ങിത്താ, പിന്നെ ഞാൻ അങ്ങ് തരാം അങ്ങ് പറയാം. നമ്മളിപ്പോൾ എപ്പോഴും നമ്മളെ വിളിച്ചിട്ട് പറയാറുണ്ട്. അതല്ല, നീ കൊടുക്കണം, കൊടുക്കുന്നതിനനുസരിച്ച് പടച്ചോൻ തരും. എങ്ങനാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്, എങ്ങനാണോ നമ്മൾ പെരുമാറുന്നത്, അതിനനുസരിച്ചിട്ട് അള്ളാഹു നമ്മളോട് പെരുമാറും, നമുക്ക് തരും. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് സദഖ കൊടുക്കുന്നത്?
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാണ് നിസ്കരിക്കുന്നത്? എനിക്ക് വേദന ഉണ്ടാകുമ്പോൾ, വിഷമമുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ സുജൂദ് ചെയ്തിട്ട് എൻ്റെ റബ്ബിനോട് സഹായം തേടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് പോലെ എനിക്ക് വേദനയും വിഷമവും പ്രയാസവും ഒക്കെ വരുമ്പോൾ അതിനെ ചികിത്സിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയിൽ ഞാൻ സദഖ കൊടുക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ മശായിഖന്മാരിൽപ്പെട്ട ഉസ്താദന്മാരിൽപ്പെട്ട ഒരു മഹാത്മാവ് ഈ അടുത്ത സമയത്ത് വഫാത്തായി. അദ്ദേഹത്തിൻ്റെ ഒരനുഭവം ഞങ്ങളൊക്കെ നേരിട്ട് അറിയുന്നവരാണ്. ബിൽഡിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ബിൽഡിങ്ങിൻ്റെ പണി. അതിൽ വലിയ 1-2 കോംപ്ലിക്കേഷൻസ് വന്നു. നട്ടുച്ച സമയം പണിക്കാരെല്ലാം വന്നിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നു. ചില ടെക്നിക്കൽ പ്രോബ്ലംസ് നമ്മൾ പറയുന്നില്ല, ടെക്നിക്കൽ പ്രോബ്ലംസ്. നട്ടുച്ച സമയത്ത് ഇത്രയും പണിക്കാർ നിന്ന് വലയുന്നു. അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കിടെക്റ്റ് വരുന്നു, വലിയ വലിയ മേസ്ത്രിമാർ വരുന്നു, പല ആളുകളും വരുന്നു. എങ്ങും ഒന്നും എത്തുന്നില്ല, ഒരു തുമ്പില്ല. പടച്ചോനെ എന്താവും, പടച്ചോനെ എന്താവും. എല്ലാവർക്കും വെപ്രാളാണ്. ഈ സമയത്ത് പെട്ടെന്ന് ഷേഖ് അവറുകളുടെ ബുദ്ധിയിൽ ഒരു കാര്യം, നമ്മളത് സാധാരണയായിട്ട് നമ്മൾ വിചാരിക്കുക, പെട്ടെന്ന് എത്ര ആളുകളുണ്ട് മൊത്തത്തിൽ പണിക്കാരൊക്കെ എണ്ണി നോക്കി. ശരി, എല്ലാവർക്കും കണക്കാക്കിയിട്ട് നല്ല മുന്തിയ ഐസ്ക്രീം വാങ്ങിക്കൊണ്ട, കൂൾ ഡ്രിങ്ക്സ് വാങ്ങിക്കൊണ്ട. ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവന്നു, കൂൾ ഡ്രിങ്ക്സ് വാങ്ങിക്കൊണ്ടു. എല്ലാവരും തൽക്കാലം അവിടെ ഇരിക്കുക, ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും ഒക്കെ കുടിക്കുക, സമാധാനപ്പെടും. അദ്ദേഹമോ ഒരു തസ്ബീഹ് മാലയും എടുത്ത് ഖിബലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്ന് ഇങ്ങനെ എന്തോ കുച്ച് എന്ന് പറയുകയും ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പം പെട്ടെന്ന് ആരുടെയോ തലയിൽ, ബുദ്ധിയിൽ എന്തോ ഒരു നല്ല കാര്യം ഉദിക്കുകയും പ്രശ്നങ്ങളൊക്കെ മെല്ലെ പരിഹരിക്കുകയും ചെയ്തു. അപ്പോൾ ശിഷ്യന്മാരടിയിൽ ചെന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്ത് ട്രിക്കാണ്? നമ്മൾ സാധാരണ എന്താ വിചാരിക്കൽ, പണിക്കാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, അവരെ സോപ്പിടാൻ വേണ്ടി, അവരെ കൂൾ ഡൗൺ ആക്കാൻ വേണ്ടി അവർക്ക് ഐസ്ക്രീം കൊടുക്കുന്നു എന്നാണല്ലോ. അതല്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു, നമുക്ക് മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും നമ്മളാൽ തീർത്താൽ തീരാത്തൊരു പ്രതിസന്ധി ഉണ്ടായാൽ അതിനെന്ത് ചെയ്യണമെന്നാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. പെട്ടെന്ന് ചെറിയൊരു സദഖ കൊടുക്കണം, എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം, അധികമായി ഇസ്തിഗ്ഫാർ പറയണം, അധികമായി സലാത്ത് പറയണം. അള്ളാഹു പ്രശ്നങ്ങൾ മാറ്റിത്തരും. ഇത് ഞാൻ പ്രസംഗിച്ചാൽ പോരാല്ലോ. എനിക്ക് പെട്ടെന്ന് തോന്നി ഇവിടെ ഏറ്റവും എഫക്റ്റ് ആവുന്നത് ഈ നട്ടുച്ചയ്ക്ക് പണിയെടുത്തിട്ടും എങ്ങും എത്തുന്നില്ല, ക്ഷീണം ബാധിച്ച് നിൽക്കുന്ന ഈ സാധുക്കൾക്ക് നല്ല തണുത്ത വെള്ളവും നല്ല ഐസ്ക്രീമും വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും നല്ലൊരു സദഖ വേറെയില്ല. ഞാൻ ആ സദഖയുടെ നിയ്യത്തിൽ അത് ചെയ്തു, അള്ളാഹുവിനോട് തിരിഞ്ഞിരുന്ന് ഇസ്തിഗ്ഫാറും ദുആയും ചെയ്തു. അള്ളാഹു പ്രശ്നം പരിഹരിച്ചു തന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരീക്ഷിക്കല്ല, ചെയ്യണം. തീർച്ചയായും കുടുംബ പ്രശ്നങ്ങളിൽ, കച്ചവട പ്രശ്നങ്ങളിൽ, എല്ലാ പ്രശ്നങ്ങളിലും നമ്മളുടെ സദഖകൾ ഫലം കാണും പ്രിയപ്പെട്ടവർ. യാതൊരു സംശയവും വേണ്ട. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഞങ്ങളുടെയൊക്കെ സമപ്രക്കാരനായ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പറയും, ഞാനിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരിക്കൽ ഒരു പ്രയോഗം നടത്തി. ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം ഒരു സാഹസികമായൊരു ടൂർ പോയി. ടൂർ ഇങ്ങനെ മലയിടുക്കിലൂടെ വളരെ കോംപ്ലിക്കേറ്റഡായി, വാഹനം സ്വന്തമായി ഡ്രൈവ് ചെയ്ത്, ഫാമിലി എല്ലാം ഉണ്ട്, ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകും. ഒരു വണ്ടി അങ്ങോട്ട് പോയാൽ അടുത്ത വണ്ടിക്ക് ഇങ്ങോട്ട് വരാൻ സ്ഥലമില്ല. പക്ഷേ അങ്ങനത്തെ സാഹസികമായ യാത്രയിലാണ് നമുക്കൊക്കെ താല്പര്യം. അഡ്വഞ്ചർ സോൺ എന്നാണല്ലോ അതിന് പറയുക. അതൊരു ഭയങ്കര രസമാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ഭാര്യയും മക്കളെയൊക്കെ കൊണ്ട് ഇങ്ങനെ പോയി ഏകദേശം അതിൻ്റെ ഉത്തുംഗതയിലെത്തിയപ്പോൾ അവിടെ എന്തോ ഒരു ചെറിയ സംഭവം നടന്നു. റോഡ് ഫുൾ ബ്ലോക്കായി, വണ്ടി മേലോട്ടുമില്ല താഴോട്ടുമില്ല. എന്ത് ചെയ്യും? മേലോട്ടും താഴോട്ടും പോകാൻ ഇനി നിർവാഹമില്ല. ഇനി ഹെലികോപ്റ്റർ വന്നിട്ട് നമ്മളെ രക്ഷപ്പെടുത്തുക അല്ലാതെ വേറെ മാർഗ്ഗമില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ഭാര്യ മക്കളോടൊപ്പം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കുടുങ്ങിപ്പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? അദ്ദേഹം പറയാം, എനിക്ക് പെട്ടെന്ന് ഷേഖ് അവറുകളുടെ അന്നത്തെ ഒരു അമൽ ഓർമ്മ വന്നു. ഞാൻ നോക്കുമ്പോൾ സൈഡിലൂടെ, മലയാളിക്കൊരു പ്രത്യേകതയാണ്, മലയാളിയല്ല ഇത്, മലയാള നാട്ടിലല്ല, വേറൊരു നാട്ടില്ല, എന്തായിരുന്നാലും ഇന്ത്യക്കാരനൊരു പ്രത്യേകതയുണ്ട്. എവിടെയാണോ ആളുകൾ കൂടുന്നത്, എവിടെയാണോ ആളുകൾ കുടുങ്ങുന്നത്, അത് ചൂഷണം ചെയ്തിട്ട് കച്ചവടം ചെയ്ത് ചില്ലറ ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നത് സാധാരണയാണല്ലോ. അപ്പോൾ ഈ ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ബ്ലോക്കിൻ്റെ ഇടയിൽ ഏതോ ഒരു സാധുവായ ചെക്കൻ അവൻ്റെ തലയിൽ മുട്ട പുഴുങ്ങിയത് വെച്ചിട്ട് ഇങ്ങനെ വിൽക്കുന്നത് കണ്ടു. മുട്ട അണ്ടാന്ന് പറഞ്ഞ് വിൽക്കുക. അദ്ദേഹം പറയാം, എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ഐഡിയ തോന്നി. ഐഡിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ ഐഡിയ ആണ് കേട്ടോ, പടച്ചവൻ്റെ റസൂലിൻ്റെയും മാർഗത്തിലാണ്. അദ്ദേഹം പറയാം, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നു. ഞാൻ ആ പയ്യനെ വിളിച്ചിട്ട് ചോദിച്ചു, മൊത്തം എത്ര മുട്ടയുണ്ട് നിൻ്റെ കയ്യിൽ? ഇത്രയുണ്ട്. അതിന് എത്ര പൈസ വേണം? ഇത്ര പൈസ. അവൻ ആവശ്യപ്പെട്ട പൈസയേക്കാൾ കുറച്ചധികം കൊടുത്തിട്ട് ഞാൻ ആ മുട്ട വാങ്ങി വാഹനത്തിൽ നിന്നിറങ്ങി. ഈ കുടുങ്ങിക്കിടക്കുന്ന ടെൻഷനാണല്ലോ എല്ലാവർക്കും, ഭാര്യയും മക്കളൊക്കെ വന്നിങ്ങനെ കുടുങ്ങിക്കിടക്കുകയല്ലേ, അടുത്തടുത്ത് കിടക്കുന്ന വാഹനങ്ങളിലെല്ലാം പോയി എൻ്റെ വകയായി ഞാൻ ഈ സദഖയുടെ നിയ്യത്തിൽ എല്ലാവർക്കും മുട്ട കൊടുത്തു.
കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ക്വാക്കി ക്വാക്കി എന്നുള്ള സൗണ്ടാക്കിയിട്ട് പോലീസും പട്ടാളവും ആംബുലൻസും ഒക്കെ വന്നു. എന്നിട്ട് ഏതോ തരത്തിൽ ഈ കുടുക്കങ്ങ് മാറ്റി. അൽഹംദുലില്ലാ, ഞങ്ങളങ്ങ് രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ സദഖകൾക്ക്, ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു തആല പരലോകത്ത് പ്രതിഫലം തരും. അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ നമ്മളുടെ പടച്ചവൻ എത്ര കാരുണ്യവാനാണ്. നമ്മളുടേതായ ചെറിയ ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ദ്വാരക്കാൻ അള്ളാഹു ഇതിനെ വഴിയാക്കിയിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ഒരമലുകളും ഒരിക്കലും പാഴാവൂല എന്ന് മാത്രമല്ല, ഇന്ന് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ ആ നന്മയുടെ പ്രതിഫലം ചിലപ്പോൾ ഇവിടെ തന്നെ അല്ലാഹു തആല അതിനേക്കാൾ ഇരട്ടി നമുക്ക് തിരിച്ചു തരും. സഹബാക്കളായ മഹാന്മാരുടെ ജീവിതത്തിൽ 10,000-കണക്കിന് അനുഭവങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഒരു വീട്, പട്ടിണി കൊണ്ട് കൊടുമ്പിരി കൊള്ളുന്ന വീട്, നിവൃത്തികേടിൻ്റെ ചരിത്രം സൃഷ്ടിച്ച വീട്. ആ വീട്ടിൻ്റെ ഉള്ളിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ പട്ടിണിയിലാണ്. പട്ടിണി കിടക്കുന്ന സമയത്ത് അവരുടെ വാതിൽ മുട്ടി ആരാന്ന് തുറന്നു നോക്കിയപ്പോൾ അയൽവാസിയായ ഒരു ആളാണ്. അവരുടെ കയ്യിൽ തളികൽ എന്തോ ഒരു സാധനമുണ്ട്. ആ സാധനം ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട്, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹദിയ കൊണ്ടുവന്നതാണ്, സമ്മാനമായി കൊണ്ടുവന്നതാണ്. എന്താ ഇത്? ഇതൊരു ആട്ടുംതലയാണ്. ആട്ടുംതല. ആ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എത്രയോ ദിവസങ്ങളായി പട്ടിണിയില്ല, ഒന്നും തിന്നാനില്ല, എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കൊന്നും കൊടുക്കാനില്ല. ഈ സമയത്ത് അപ്രതീക്ഷിതമായി ഒരാട്ടുംതല ഹദിയായി വന്നപ്പോൾ വലിയ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു. ഭാര്യയുടെ ഭർത്താവും അങ്ങോട്ടും അൽഹംദുലില്ലാ, ഇന്നത്തെ രാത്രിയെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാലോ, സന്തോഷമായി. രണ്ടുപേർ സഹബാക്കളിൽപ്പെട്ട പ്രമുഖരുടെ സംഭവമാണ്. അവർ രണ്ടുപേരും സന്തോഷത്തോടെ അത് പാകപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെ രണ്ടുപേരുടെയും നല്ല മനസ്സിൽ ഇങ്ങനെ തോന്നി, അല്ല, ഞാനും നീയും ഇത്രയും നേരം നമ്മുടെ പട്ടിണിയുടെ കാര്യത്തിൽ വിഷമിക്കുകയായിരുന്നു. അള്ളാഹു നമ്മളെ സഹായിച്ചു, നമുക്കൊരാട്ടുംതല കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളിനി ബാക്കിയെല്ലാം മറക്കാൻ പാടുണ്ടോ? നീ ഒന്ന് ആലോചിച്ച് നോക്കേ, തൊട്ടപ്പുറത്തെ വീട്ടിൽ നമ്മളെപ്പോലെ പട്ടിണി കിടക്കുന്ന കുടുംബം ഇല്ലേ? ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ രാത്രി കൂടെ നമുക്ക് പട്ടിണി കിടക്കാം, ഈ ആട്ടുംതല അപ്പുറത്തേക്ക് കൊടുക്കുക. നല്ല കാര്യമാണ്. കാരണം ഭർത്താവിൻ്റെ ആ സന്മനസ്സിന് പ്രതികൂലമായി നിൽക്കുന്ന പെണ്ണല്ല, ഭാര്യയല്ല, അവൾ അനുകൂലിക്കുന്ന പെണ്ണ. ശരി, നമുക്ക് അപ്പുറം കൊടുക്കുക. അവർ ആ പാത്രം അങ്ങനെ തന്നെ എടുത്ത് തൊട്ടടുത്ത വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. അവർക്കും ഭയങ്കര സന്തോഷമായി. അവരും അത് പാകപ്പെടുത്താൻ പോയപ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങനത്തെ ചിന്തയുണ്ടായി. അവർ വിചാരിച്ച അപ്പുറത്തെ ആളല്ല എന്നെക്കാട്ടി ആവശ്യക്കാർ. ഉടനെ അതെടുത്തിട്ട് മൂന്നാമത്തെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. മൂന്നാമത്തെ വീട്ടുകാരനും അത് വെച്ചിട്ട് പാകപ്പെടുത്താൻ പോയപ്പോൾ അയാളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്ത, എല്ലാ സഹാബാക്കളാ, എല്ലാവരും നല്ലവരാ. അവരുടെ മനസ്സിൽ അങ്ങനെ ചിന്തയുണ്ടായി. അവർ നാലാമത്തെ വീട്ടുകാരനോട്, പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, 4, 5, 6, 7 വീടുകൾ കറങ്ങി. 7 വീടുകൾ കറങ്ങിയിട്ട് വീണ്ടും ആ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് വന്നു. അതേതാ വീട്? ആദ്യം ഏത് വീട്ടിൽ നിന്നാണോ കൊടുത്തു വിട്ടത് ആ വീട്ടിൽ അതെത്തി. സഹാബാക്കളുടെ മനസ്സായിരുന്നു. നമ്മളൊരു പക്ഷേ അത് പാകപ്പെടുത്തി തിന്ന് എന്നൊരു ഏമ്പക്കം വിട്ട്, അല്ലേ, വിശന്നിരുന്നപ്പോൾ തിന്നതുകൊണ്ട് വയറ്റിനസുഖം പിടിച്ച് എന്നൊക്കെ പറയുന്നതിനെക്കാട്ടി എത്ര മനസന്തോഷം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം നമ്മളറിയാതെ നമ്മളിലേക്ക് തന്നെ മടങ്ങി വരും. ഒരു ഓട്ടോറിക്ഷക്കാരൻ, ഒരു സാധുവായ ഓട്ടോറിക്ഷ, സഹാബാക്കളെക്കുറിച്ചും 7-ാം നൂറ്റാണ്ടിനെക്കുറിച്ചും മാത്രം പറയണമെന്നില്ല, ഒരു ഓട്ടോറിക്ഷക്കാരൻ, അയാൾ ഓട്ടം പോകുന്നതിനിടയിൽ ഒരു സ്ത്രീ വഴിയിൽ കൈ കാണിച്ചു, മുപ്രാളത്തോടു കൂടി. അവൾ പൂർണ്ണ ഗർഭിണിയാണ്, അവൾ വേദന കൊണ്ട് പൊളയാണ്. അവൾ പറഞ്ഞു, ഒന്നെന്നെ ആശുപത്രിയിലേക്കാക്കുമെന്ന് ചോദിച്ചിട്ട് അവൾ കയറിയിരുന്നു. അങ്ങനെ ഓട്ടോറിക്ഷക്കാരൻ്റെ കൂട്ടം ആശുപത്രിയുടെ അടുത്തെത്തി. ഇവൾക്ക് വേദന കൊണ്ട് പൊളയുക. ഇറങ്ങാൻ നോക്കുമ്പോൾ ഭയങ്കര മഴ. ഈ മഴ കൊണ്ടിട്ട് ഇറങ്ങാനും കഴിയുന്നില്ല. ഇറങ്ങാതിരിക്കാൻ നിർവാഹമില്ല, പക്ഷെ മഴ കൊണ്ട് ഇറങ്ങാനും കഴിയുന്നില്ല. അങ്ങനെ അവൾ ബേജാറായപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞു, സഹോദരി, ഇതാ എൻ്റെ കയ്യിൽ ഒരു കുടയുണ്ട്, നീ ഇത് പിടിച്ചിട്ട് പോയി. അവൾ ചോദിച്ചു, ഞാനിതും പിടിച്ചങ്ങ് പോയാൽ അത് തിരിച്ചു കൊണ്ട് തരാൻ എന്നെ കൊണ്ടാവൂല, അങ്ങനത്തെ വേദനയിലാണ്. ഞാനിത് ആരെ ഏൽപ്പിക്കേണ്ടത്? അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആരെ ഏൽപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നീ ഇപ്പോൾ എത്രത്തോളം ആവശ്യക്കാരിയായിരുന്നോ, നിന്നെക്കാളും ആവശ്യക്കാരനായ ആരെങ്കിലും ഒരാളെ കണ്ടാൽ അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചേ. ചിരിച്ച് രണ്ടുപേരും സന്തോഷത്തോടെ പിരിഞ്ഞു. അവൾ മെല്ലെ ആശുപത്രിയുടെ പടിവാതിലെത്തിയപ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ അവിടെ ഇങ്ങനെ നിന്ന് വിപരീതയാവുന്നു. വിപരീതി എന്ന് പറയല്ലേ, വിഭ്രാന്തി പൂണ്ടു. അയാൾക്ക് ഈ പറഞ്ഞതുപോലെ ഉള്ളിൽ നിന്നും ഒരു ലിസ്റ്റ് കൊടുത്തു, മരുന്ന് വാങ്ങണം.
മരുന്ന് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ മഴ ശക്തമായി, ഓടിപ്പോകാൻ കഴിയുന്നില്ല, എന്ത് ചെയ്യും? വെപ്രാളം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ സഹോദരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ മഴയാണല്ലേ, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ, എന്നാ ഈ കുട പിടിച്ചോളൂ. അപ്പോൾ അയാൾ കുട വാങ്ങിയിട്ട്, സഹോദരി ഈ കുട ഞാൻ എങ്ങനെ നിനക്ക് തിരിച്ചു തരാം? ഞാൻ ആരെ ഏൽപ്പിക്കേണ്ടത്? നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങളെപ്പോലത്തെ അത്യാവശ്യക്കാരായി ആരെങ്കിലും കണ്ടാൽ അവർക്ക് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. അവർക്ക് കൊടുത്തേക്കൂ. അയാൾ അവിടുന്ന് മരുന്നെല്ലാം വാങ്ങിയിട്ട് മഴയൊക്കെ ക്ഷമിച്ച് തിരിച്ചു വരാൻ പോകുമ്പോൾ അത്യാവശ്യക്കാരിയായ ഒരാളെ കണ്ടു. അതാരാ? റോഡിൻ്റെ സൈഡിൽ പൂവിക്കുന്ന പുഷ്പക്കച്ചവടം ചെയ്യുന്ന ഒരു വയസ്സായ സ്ത്രീ. അവൾ ഇരുന്നിങ്ങനെ കച്ചവടം ചെയ്യാണ്, പക്ഷെ മഴ കൊണ്ടൊക്കെ ഇരിക്കാൻ കഴിയുന്നില്ല. അത് കണ്ടപ്പോൾ ഇവ ആവശ്യക്കാരിയാണ്, എൻ്റെ അത്യാവശ്യം കഴിഞ്ഞല്ലോ. ഈ കുട കൊടുത്തിട്ട് പറഞ്ഞു, സഹോദരി ഇതാ കുട പിടിച്ചുകൊണ്ടിരുന്നു എന്ന്. അപ്പോൾ ചോദിച്ചു, ഈ കുട ഞാൻ ഇപ്പോൾ പിടിച്ചാൽ ഇതാരെ ഏൽപ്പിക്കേണ്ടത്? നിന്നെക്കാളും അത്യാവശ്യക്കാരിയായ ആരെങ്കിലും കണ്ടാൽ അവർക്ക് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. അവർക്ക് കൊടുത്തേക്കൂ. അങ്ങനെ പൂക്കാരി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കച്ചവടമൊക്കെ ചെയ്തിട്ട് കച്ചവടം മതിയാക്കിയിട്ട് എടുത്തിട്ട് നടക്കുമ്പോൾ വീട്ടിലേക്ക് എത്തണം. അതിൻ്റെ ഇടയിൽ ഈ കുട ആർക്കെങ്കിലും കൊടുക്കണ്ടേ എന്നിങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു സ്കൂളിൻ്റെ മുമ്പിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നു. മഴയുടെ കടുപ്പം കൊണ്ട് ഓക്കെ ഇറങ്ങി നടന്നു പോകാൻ പറ്റാതെ വിഷമിക്കുകയാണ്. ഈ പെൺകുട്ടി അരികിൽ വിളിച്ചിട്ട് ഈ അമ്മ ചോദിച്ചു, മോളെ മഴയായിട്ട് പോകാൻ കഴിയുന്നില്ലല്ലേ, കുട വേണോ? ദാ ഈ കുട പിടിച്ചു. ഈ കുട ചേച്ചി എനിക്ക് തന്നാൽ ഞാനിത് ആരുടെ കയ്യിലാണ് കൊടുക്കേണ്ടത്? അത് കുഴപ്പമൊന്നുമില്ല, നീ പോകുന്ന വഴിയിൽ നിന്നെ പോലത്തെ ഒരു അത്യാവശ്യക്കാരനെ കണ്ടാൽ ആ കുട കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. കുട കൊടുത്തേക്കൂ. അങ്ങനെ അവൾ ആ കുടയും പിടിച്ചുകൊണ്ട് പോവാണ്. ഈ സമയത്ത് ഒരു ചെറിയ കുടിലിൻ്റെ മുമ്പിൽ അല്പം വയസ്സുള്ള ഒരു സാധുവായ മനുഷ്യൻ പുറത്തുനിന്ന് ഇങ്ങനെ വെപ്രാളം പിടിക്കുന്നു. എന്താ വെപ്രാളം? അല്ലോ, സ്കൂൾ വിട്ട് സമയം കുറേ ആയി, കടുപ്പപ്പെട്ട മഴ കാരണം എൻ്റെ മോൾ ഇതുവരെ എത്തിയില്ല, അവൾക്ക് കുടയുമില്ല, കയറി വരാൻ ബസ്സില്ല, ഓട്ടോ ഇല്ല, ഒന്നുമില്ല. എൻ്റെ മോൾ എങ്ങനെ വരാ? വെപ്രാളത്തോടു കൂടി ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്നുണ്ട് ആ പെൺകുട്ടി കുടയും ചൂടിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് വരുന്നു. വന്നിട്ട് മുന്നിൽ കണ്ട അച്ഛൻ്റെ വെപ്രാളത്തിൻ്റെ ഇടയിൽ അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ മഴ നനയണ്ട, എന്നാ ഈ കുട പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അച്ഛൻ കുട വാങ്ങിച്ചു നോക്കിയപ്പോൾ നേരത്തെ എൻ്റെ ഓട്ടോയിൽ ഗർഭപാത്രത്തിൻ്റെ വേദനയുമായിട്ട് ഞാൻ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കുന്ന വേളയിൽ ആ പെൺകുട്ടിക്ക് ഞാൻ കൊടുത്ത കുടയാണ് എൻ്റെ മകളാകുന്ന പെൺകുട്ടിയുടെ കൈകളിലൂടെ ഇന്ന് എനിക്ക് തിരിച്ചു വന്നിരിക്കുക. ഇതാണ് പടച്ചവൻ. സഹബാക്കളുടെ കാലത്ത് ഒരു വീട്ടിൽ നിന്നും ഒരു വീട്ടിലേക്ക് ആട്ടിൻതല കറങ്ങി 7ാമത്തെ വീടും കഴിഞ്ഞ് ആദ്യത്തെ വീട്ടിലേക്ക് മടങ്ങി വന്നു എന്ന് പറയുമ്പം അതൊരു അത്ഭുതമായിട്ട് നമ്മളാരും കണക്കാക്കണ്ട. ഇന്ന് കണ്ണൂരുകാരായ കേരളക്കാരായ മുസ്ലിമീങ്ങളായ സഹോദരന്മാർ നമുക്ക് പടച്ചവൻ തന്ന സമ്പത്ത്, നമുക്ക് പടച്ചവൻ തന്ന ആഫിയത്ത്, നമുക്ക് പടച്ചവൻ തന്ന ആരോഗ്യം, ഇതൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തെ മാത്രം ആശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ ആഖിറത്തിൽ കൂലി കിട്ടും എന്ന് മാത്രമല്ല, ഇവിടെ തന്നെ പടച്ചവൻ അതെല്ലാം നമുക്ക് തിരിച്ചു തരും. ഒരു സംശയം വേണ്ട പ്രിയപ്പെട്ട, ഒരു സംശയം വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലയിലൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, സംസ്കരിക്കാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒക്കെ വരുമ്പം നമ്മൾ ചെയ്യേണ്ടത് സത്യത്തിൽ സദഖ കൊടുക്കണം, മുസല്ല വിരിച്ച് നിസ്കരിക്കണം, നമ്മളെപ്പോലെ പ്രയാസപ്പെടുന്ന വേറെ ഏതെങ്കിലും ആളുകളെ സഹായിക്കാൻ നമ്മൾ ശ്രമിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമ്മുടെ പാപകർമ്മങ്ങളുടെ പേരിലാണോ ഈ പരീക്ഷണം എന്ന പശ്ചാത്താപത്തോടുകൂടി ഇസ്തിഗ്ഫാർ പറയണം. നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും, ആഖിറത്തിൽ നമുക്കത് വലിയ കൂലിയായി മാറുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ നമ്മളെപ്പോലെ ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അവർക്കൊക്കെ നമ്മളെക്കാൾ വലിയ വേദനകളും വിഷമങ്ങളും ഉണ്ട്. ആ വേദനകളെയും വിഷമങ്ങളെയും സംബന്ധിച്ചിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നാൽ, അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന അധ്വാനം നമ്മൾ അധ്വാനിച്ചുകൊണ്ടിരുന്നാൽ, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. നിന്റെ മുസ്ലിമായ നിന്റെ സഹോദരനെയോ അല്ലെങ്കിൽ സഹോദരിയോ നീ സഹായിക്കുന്നിടത്തോളം കാലം, സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അള്ളാഹു നിന്നെ സഹായിക്കുന്ന ജോലിയിലായിരിക്കും എന്നാണ്. അള്ളാഹു നിന്നെ സഹായിക്കുന്ന ജോലിയിലായിരിക്കും. നീ നിന്റെ സഹോദരനെ സഹായിക്കുമ്പോൾ, നീ നിന്റെ സഹോദരിയെ സഹായിക്കുമ്പോൾ അതിൽ ബന്ധം വേണമെന്നില്ല, സ്വന്തം വേണമെന്നില്ല, നിന്റെ മതത്തിൽപ്പെട്ടവനാകണമെന്നില്ല, അങ്ങനൊന്നും പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അതുമാത്രമല്ല, മനുഷ്യനാകണമെന്ന് പോലുമില്ല. ഏതെങ്കിലും ഒരു ജീവിയെ നമ്മൾ സഹായിച്ചാൽ അപ്പോഴും അള്ളാഹു നമ്മളെ സഹായിക്കുന്ന ജോലിയിലായിരിക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ പള്ളിയെ നമ്മൾ സഹായിക്കണ്ടേ? മദ്രസയെ നമ്മൾ സഹായിക്കണ്ടേ? സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ വാത് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയണത്, ഇതാ പള്ളിക്ക് ഒരുപാട് ചിലവുണ്ടേ,
ഒരുപാട് ചിലവുണ്ടേ. ഇങ്ങനെ എന്നെ പോറ്റണമെങ്കിലും ഇവർക്ക് ഒരുപാട് ചിലവുണ്ട്. ഇങ്ങനെ ഇരുത്തണ്ടേ, കറണ്ട് ഉണ്ട്, മൈക്കുണ്ട്, അല്ലേ, കസേരയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതിനുവേണ്ടി അകമഴിഞ്ഞ് നിങ്ങൾ ഉദാരമായി സംഭാവന ചെയ്യണമേ എന്ന് ഞാൻ പ്രസംഗിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ പ്രസംഗിക്കുന്ന പതിവ് എനിക്കില്ല. എന്താ കാരണം എന്നറിയോ? എൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഇത് അള്ളാഹുവിൻ്റെ ഭവനമാണ്, ഇത് അള്ളാഹുവിൻ്റെ ഭവനമാണ്, ഇത് അള്ളാഹുവിൻ്റെ ഭവനമാണ്. അല്പമെങ്കിലും അഭിമാനമുള്ള നമ്മുടെ സമൂഹത്തിലെ, സമുദായത്തിലെ ഒരു കുടുംബക്കാരൻ, ഒരു തറവാട്ടുകാരൻ, അവന് വേണ്ടിയിട്ട് ഇങ്ങനെ പരസ്യമായ ഒരു സദസ്സിൽ നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അയാൾ ഇഷ്ടപ്പെടുമോ? പ്രിയപ്പെട്ടവർ, ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടുമോ? ഭൂരിപക്ഷം ഇഷ്ടപ്പെടില്ല. തറവാട്ടുകാരനാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നവനായ നമ്മുടെ രക്ഷിതാവിൻ്റെ ഭവനം, ആ ഭവനം പരിപാലിക്കാനും അതിനെ നന്നാക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്താനും വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കണേ എന്ന് പറയാൻ ഒരവസരം നമ്മൾ കൊടുക്കരുത്. ഒരു അവസരം കൊടുക്കരുത് എന്ന് വിചാരിച്ച്, അവസരം കൊടുക്കരുതെന്ന് വിചാരിച്ച് ഈ പാവങ്ങൾ കമ്മിറ്റിക്കാർ അവർ നട്ടം തിരിഞ്ഞോട്ടെ എന്നുമല്ല. നമ്മൾ നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ എങ്ങനെയാണോ പരിഗണിക്കുന്നത് അതിനേക്കാളും പ്രാധാന്യത്തോടു കൂടി പടച്ചവൻ്റെ ഭവനത്തെ നമ്മൾ പരിഗണിക്കണം. പടച്ചവൻ്റെ ഭവനത്തിൻ്റെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യത്തിൻ്റെ പേര്, എനിക്കോ നല്ല ഓർമ്മയുണ്ട്, നല്ല അനുഭവങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നല്ല അനുഭവങ്ങളുണ്ട്. എനിക്ക് കുടുംബ സ്വത്തായി കിട്ടിയ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഞാൻ വിറ്റിട്ട് അതിൻ്റെ പണം ഒരു പള്ളി എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം. അങ്ങനെ നമ്മളങ്ങനെ സ്വീകരിക്കലൊന്നുമില്ല. നമ്മളങ്ങനെ സ്വീകരിക്കലൊന്നുമില്ല. നമ്മൾ ആരാൻ്റെ പൈസ കൊണ്ട് പള്ളി എടുക്കലുമില്ല, പള്ളി പരിപാലിക്കലുമില്ല. അങ്ങനെയല്ല, ഇതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ അതിനു വേണ്ടി 41 ദിവസം നോമ്പെടുത്തു. എന്തിന്? ഈ പൈസ നിങ്ങളൊന്ന് സ്വീകരിക്കണേ പടച്ചവനെ എന്ന് പറഞ്ഞിട്ട് അത് കബൂലായി കിട്ടാൻ വേണ്ടി 41 ദിവസം നോമ്പെടുത്തു. പ്രിയപ്പെട്ടവരെ, അത് ഹക്കായ നിലയിൽ നമുക്ക് അനുഭവത്തെ മുൻനിർത്തിക്കൊണ്ട് പറയാൻ കഴിയും. എൻ്റെ പണം ഹലാലായ പണം പടച്ചവൻ്റെ ഭവനത്തിന് വേണ്ടി സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് അപേക്ഷ സമർപ്പിച്ചിട്ട് 41 ദിവസം പട്ടിണി കടന്ന് നോമ്പെടുത്തിട്ട് ഞാൻ ദ്വാരക്കാണ്, എൻ്റെ ഈ പണം ഒന്ന് സ്വീകരിക്കണേ എന്ന് പറയാം. ഇതാണ് പള്ളി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ പരിപാലനം, മദ്രസയുടെ പരിപാലനം, മുത്തഅല്ലിമീങ്ങളെ സഹായിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഉപകാരമല്ല, പിന്നെയോ നമുക്ക് വേണ്ടി ചെയ്യുന്ന സമ്പാദ്യത്തിൻ്റെ മാർഗമാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെക്കണം. ഞാൻ പറഞ്ഞത് ഇതൊന്നും അല്ല. പറഞ്ഞതെന്താ? നമ്മുടെ അമലുകളിൽ നമ്മൾ ശ്രദ്ധിക്കണം, അമലുകളിൽ സൂക്ഷ്മത പുലർത്തണം, അമലുകൾ വർദ്ധിപ്പിക്കണം. ആ അമലുകളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പാളിപ്പോകാതെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഇഖ്ലാസിന് തകരാറ് വരാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണഗതിയിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തരാകുന്നത്, ഞാനൊരു 100 രൂപ കൊടുത്തപ്പോൾ എന്തേ നീ ഒരു ഫോട്ടോ എടുത്തില്ല അല്ലേ? എന്തൊരു ഫോട്ടോ എടുക്കാൻ? ഒരു മിനിറ്റ് നിൽക്കേ, ആദ്യം മുതൽ ഒന്നുകൂടെ ഒന്ന് കൊടുത്ത് എന്നിട്ടൊരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ എത്രത്തോളം ആളുകൾ കാണുന്നോ അതിനനുസരിച്ച് എനിക്ക് ഇങ്ങനെ സന്തോഷം. പക്ഷേ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളായ നമ്മൾ അങ്ങനല്ല. പള്ളിക്കൊരാവശ്യമുണ്ട്, കമ്മിറ്റിക്കാർ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും ആരും അറിയാതെ, ഒരുപക്ഷെ കമ്മിറ്റിക്കാർ പോലും അറിയാതെ, ഞാൻ ഒറ്റയ്ക്ക് ഓഫീസിൽ പോയി അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളിനെ ആരും അറിയാതെ കുറച്ച് പണം ഇങ്ങനെ എടുത്തു കൊടുത്തു, കനത്തിൽ കൊടുത്തു. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത്, ആരെങ്കിലും കണ്ടോ? ഇല്ല, അൽഹംദുലില്ലാ, ആരും കണ്ടില്ല. അൽഹംദുലില്ലാ, ഇതാണ് മുസ്ലിം. അൽഹംദുലില്ലാ, ആരും കണ്ടില്ല. ആരും കാണരുത്. പാതിരാത്രിയിൽ എഴുന്നേൽക്കുന്നു, എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തുന്നു, എന്നിട്ട് ഒരു പണക്കിഴിയുമായി തെരുവീതിയിലൂടെ ഇങ്ങനെ നടക്കുന്നു. ഓടിപ്പോയിട്ട് ഒരാളുടെ കയ്യിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഓടുക. നീ എവിടുന്നാ? എന്താ പണി? എന്താ പേര്? പൈസ ആവശ്യമുണ്ടോ എന്നൊന്നും ചോദിക്കാനുള്ള സമയമില്ല. കാരണം എന്താ? പാതിരാത്രിയുടെ ഇരുട്ടിൽ ആരോരും അറിയാതെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തെ മാത്രം ആശിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഒരാൾക്ക് സദഖ കൊടുക്കുകയാണ്. വലത്തെ കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത്തെ കൈ പോലും അറിയരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ ആയപ്പം ആളുകളെല്ലാവരും പറഞ്ഞു, ഒരു വിശേഷം അറിയാം. ഇന്നലെ രാത്രി ഒരു പെരുങ്കള്ളന് ആരോ സദഖ കൊടുത്തത്രേ. ഒരു പെരുങ്കള്ളന്. ആഹാ, നല്ല ആളല്ല. ഇവിടെ ഇത്രയും പാവങ്ങൾ അർഹതയുള്ളവരുണ്ടായിട്ടും ഒരു പെരുങ്കള്ളനാണോ അയാൾ സദഖ കൊടുത്തത് എന്ന് ആളുകൾ കുറ്റപ്പെടുത്തി. ആരാ കൊടുത്തതെന്നറിയില്ല. പാവം ഈ വിഷയം അയാൾ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വേദന ഉണ്ടായി. അദ്ദേഹം അന്ന് രാത്രി നിയത്ത് വെച്ചു, പടച്ചോനെ ഇന്ന് ഞാനൊരു സദഖ കൊടുക്കും, അത് തെറ്റാണ്ടിരിക്കണം, നല്ലാക്കാൻ കൊടുക്കണം. അങ്ങനെ അന്നത്തെ 2ാമത്തെ രാത്രിയും അദ്ദേഹം പാതിരാത്രിയിൽ ഒറ്റയ്ക്ക് ഇരുട്ടത്തിറങ്ങി ഓടിപ്പോയി ഒരാളുടെ കയ്യിൽ അങ്ങ് പൈസ വെച്ചു കൊടുത്തിട്ട് അങ്ങ് പോയി.
രാവിലെ ആയപ്പം ആളുകൾ വീണ്ടും പറയാൻ തുടങ്ങി, അത്ഭുതം അറിയോ, ഇന്നലെയും ഇറങ്ങി അങ്ങനത്തെ ഒരു സാധനം. അത് നമ്മുടെ നാട്ടിലെ ഏറ്റവും മോശക്കാരിയായ വ്യഭിചാരിയായ ഇന്ന പെണ്ണിനാണ് ഇന്നലെ സദ. ആ പെണ്ണിനാ സദ കൊടുത്തിനാ. ഇതുവരെ പറഞ്ഞപ്പോൾ ആ മനുഷ്യന് വല്ലാതെ വേദനിച്ചു. അദ്ദേഹം അന്നത്തെ രാത്രി ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, പടച്ചോനെ, മൂന്നാമത്തെ ദിവസം ഞാൻ എന്തായാലും ഇന്ന് സദക്ക കൊടുക്കും. മൂന്നാമത്തെ ദിവസം അങ്ങനെ സദക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇറങ്ങിയിട്ട് ആരും അറിയാതെ പാതിരാത്രിയിൽ ഇരുട്ടത്ത് ഓടി വന്ന് ഒരാളുടെ കയ്യിൽ പിടിപ്പിച്ചിട്ട് അങ്ങ് പോയി. അടുത്ത ദിവസമായപ്പോൾ ആളുകൾ പറഞ്ഞു, അറിയോ, വിവരം അറിയോ, നമ്മുടെ നാട്ടിലെ 6 പിശുക്കനായ മറ്റേ ആളില്ലേ, മറ്റേ സാഹിബ്, ആ സാഹിബ് മറ്റേ ആള്, അയാൾക്ക് ഇന്നലെ ആരോ വലിയ സദക്ക കൊടുത്തിന് പോലോ തന്നെ. ഇതുവരെ ഒരു ഉറുപ്പ്യ അറിഞ്ഞോ അറിയാതെയോ പാവപ്പെട്ടവന് കൊടുക്കാത്ത അയാൾക്ക്, പിശുക്കന്, പൈസക്കാരനാണ്, ഭയങ്കര പൈസക്കാരനാ. പൈസക്കാരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസക്കാരൻ. ഞാൻ ഈ പള്ളിയിലേക്കുള്ള എല്ലാ ഫാനും വാങ്ങിത്തരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? എൻ്റെ പേര് അതിനകത്ത് കൊത്തി എഴുതണം. എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ എൻ്റെ പേരതിനകത്ത് എഴുതി വെക്കണം. നിൻ്റെ പേരെഴുതി വെക്കാൻ നമ്മളെ ഭാഷയെ പറയുന്നത് ഉപ്പാപ്പാൻ്റെ സ്വത്തല്ലേ ഈ പള്ളി. അതിൻ്റെ മേലെ ഒരു ഫാൻ അങ്ങോട്ട് തൂക്കിയതിനകത്ത് നിൻ്റെ പേരെങ്ങനെ എഴുതി വെക്കുക എന്ന് പറയുന്നത് പോലെ ഇന്ന് വരെ ആ മനുഷ്യൻ അങ്ങനെ അബദ്ധത്തിൽ പോലും ഒരു പള്ളിക്ക് 10 ഉറുപ്പ്യ കൊടുത്തിട്ടില്ല. പിന്നെ ചിലപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊല്ലം ഉംറക്ക് പോവും, ഇടയ്ക്കിടയ്ക്ക് ഹജ്ജിന് പോവും. ഉംറക്കും ഹജ്ജിനും ഒക്കെ പോകും. അതൊക്കെ അവരവരുടെ ആവേശത്തിന് വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയുള്ളൂ. അവരവരുടെ ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ്. അതിലല്ല പ്രയോജനം. പ്രിയപ്പെട്ടവരെ, അർഹതപ്പെട്ടവൻ, അവശത അനുഭവിക്കുന്നവൻ, അവൻ്റെ ദുരിതത്തിലും ബുദ്ധിമുട്ടിലും അവനെ സമീപിച്ചിട്ട് ഞാൻ അകമഴിഞ്ഞ് ആരുടെയും അപ്ലാസുകൾ പ്രതീക്ഷിക്കാതെ, അംഗീകാരം പ്രതീക്ഷിക്കാതെ അവന് കൊടുക്കണം. അത് പിശുക്കെന്ന് പറയുന്ന ഒരു സോക്കേടുണ്ടെങ്കിൽ നടക്കുകയും ചെയ്യില്ല. അപ്പോൾ ആളുകൾ പറഞ്ഞു, മൂന്നാമത്തെ ദിവസവും ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു, അയാൾ രഹസ്യമായി സദക്ക കൊടുത്തത് ഒരു പിശുക്കനാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഹദീസിൽ വരുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടി നടത്തിയ ആ മനുഷ്യൻ്റെ സദഖയെ പാഴാക്കിയില്ല. ആദ്യത്തെ കള്ളനുണ്ടല്ലോ, മോഷ്ടാവ്, അയാൾ ഈ പൈസയും കൈപ്പിടിച്ചുകൊണ്ടെങ്കിൽ അന്ന് രാത്രി മുഴുവൻ ചിന്തിച്ചു, പടച്ചവനെ, ഈ പാതിരാത്രിയിൽ ആരോരും അറിയാതെ ഹലാലായ നിലയിൽ എൻ്റെ കൈകളിൽ ഇത്രയും വലിയ ധനം എത്തിക്കാൻ നീ കഴിവുള്ളവനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ പാതിരാത്രിയിൽ കഷ്ടപ്പെട്ട് ആരാൻ്റെ വീട് കുത്തി തുറന്നിട്ട് മോഷണമൊക്കെ നടത്തേണ്ട ആവശ്യം? പടച്ചവനെ, ഞാൻ ഇത്രയും കാലം ചെയ്ത തെറ്റെനിക്ക് മാപ്പാക്കി തരണേ, ഇനി മേലാ ഞാൻ കുറ്റം ചെയ്യൂല. അയാൾ മോഷണത്തിൽ നിന്ന് പശ്ചാത്തപിച്ചു. രണ്ടാമത്തെ ആ സ്ത്രീ, അവൾ അന്നത്തെ രാത്രിയിൽ പശ്ചാത്തപിച്ചു, കരഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവളിങ്ങനെ ചിന്തിച്ചു, പടച്ചവനെ, വിധവയായ ഞാൻ നാട്ടുകാരുടെ കയ്യിൽ നിന്നും ഒരുപാട് ആക്ഷേപങ്ങൾ സഹിച്ച് ജീവിക്കാൻ മാർഗമില്ലാതെ ആയപ്പോൾ ഞാൻ എൻ്റെ ശരീരം വിറ്റ് തുടങ്ങിയതാണ്, മാംസം വിറ്റ് തുടങ്ങിയതാണ്, ഞാൻ വ്യഭിചാര വൃത്തിയിൽ പെട്ടുപോയതാണ്. അള്ളാഹുവേ, ഇങ്ങനെ പാതിരാത്രിയിൽ ആരോരും അറിയാതെ സദഖയുടെ രൂപത്തിൽ എനിക്ക് റിസ്ക് തരാൻ നീ കഴിവുള്ളവനാണെങ്കിൽ ഞാൻ ഇനി മേലിൽ അങ്ങനത്തെ ഹറാമ് ചെയ്യൂല. അവൾ തൗബ ചെയ്തു. അവൾ നന്നായി നേർവഴിയിൽ നടന്നു. മൂന്നാമത്തെ പിശുക്കനായ സാഹിബും രാത്രിയിൽ നിന്ന് ചിന്തിച്ചു, പടച്ചവനെ, ഈ ഒരു സാധു ആരോരും കാണാതെ പാതിരാത്രിയിൽ എൻ്റെ കൈമേൽ ഇത്രയും വലിയ പൈസ കൊണ്ട് തന്നല്ലോ, ഞാനും കുറേ പൈസക്കാരനാണെന്നല്ലേ നാട്ടുകാർ, എത്ര പൈസ എൻ്റെ കയ്യിലുണ്ട്, ഒരാവശ്യമില്ലാതെ, ഒരു ഉപകാരമില്ലാതെ, ഒരത്യാവശ്യത്തിനും ഉപകരിക്കുക പോലും ചെയ്യാതെ, സ്വന്തമായി തിന്നുവോ കുടിക്കുവോ അതുമില്ല, വീട്ടിൽ കാര്യമായി കൊടുക്കുവോ അതുമില്ല, പിശുക്കൻ. എന്തിനാ ഞാനിങ്ങനെ പിശുക്കിയത്? ഇനി മുതൽ ഞാൻ എൻ്റെ പണം പിടിച്ചു വെക്കൂല, ഞാൻ പണം പിശുക്കയില്ല, ആവശ്യക്കാർക്കൊക്കെ കൊടുക്കുമെന്ന് അദ്ദേഹം നിയത്ത് വെച്ചു. അയാൾ നന്നായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സദഖയിൽ, സക്കാത്തിൽ, അതുപോലെ സൽക്കർമ്മങ്ങളിൽ, നന്മകളിലൊക്കെ നമ്മൾ നിർബന്ധമായും പുലർത്തേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ ഇഖ്ലാസ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരുമാറാൻ. അതുകൊണ്ട് പരിശുദ്ധ റമളാൻ ഇനി അവശേഷിക്കുന്ന ദിവസങ്ങൾ അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് നമ്മൾ പരമാവധി അമലുകൾ ചെയ്യണം, വർദ്ധിപ്പിക്കണം, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. ആ സൽക്കർമ്മങ്ങളിൽ എവിടെയും ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ വേണം. സ്വന്തമായി നമ്മൾ അമൽ ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സേവനങ്ങൾ ചെയ്യണം. അതിലും അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം നമ്മൾ ലാക്കാക്കണം. നമ്മളെക്കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകരുത്, നമ്മളെക്കൊണ്ട് ആരും ഒരു പേരുദോഷവും പറയാൻ ഇടവരുത്തരുത്. നമ്മുടെ നാവ് കൊണ്ട് ആരെയും നമ്മൾ ഉപദ്രവിക്കരുത്, നമ്മുടെ കൈകാലുകളെ കൊണ്ട് ഉപദ്രവിക്കരുത്. ഈ നിലയിൽ നമ്മൾ നമ്മുടെ രക്ഷിതാവിൻ്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്ന അടിമകളാകണം.
ഈ പടപ്പുകളോട് നല്ല നിലയിൽ പെരുമാറുന്ന ആളുകളായി മാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്കും അതിന് തൗഫീഖ് തരുമാറാകട്ടെ. അതിനനുസൃതമായ നിലയിൽ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. നമ്മൾ ഈ കേട്ട കാര്യങ്ങളൊക്കെ ആ നിലയിൽ നമ്മുടെ ഹൃദയങ്ങളിലും ജീവിതത്തിലും വലിയ മാറ്റത്തിന് അള്ളാഹു വഴിവെക്കുമാറാകട്ടെ. പറഞ്ഞ ആളിൻ്റെ അബദ്ധത്തിൻ്റെ പേരിലോ ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ ദൂഷ്യത്തിൻ്റെ പേരിലോ വർത്തമാനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. നിങ്ങളോട് മാപ്പി ചോദിക്കുക അല്ലാതെ എനിക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. നിങ്ങൾ നിർബന്ധമായും എനിക്ക് മാപ്പ് തരികയും എനിക്ക് വേണ്ടി ദ്വാരക്കുകയും ചെയ്യണം. എൻ്റെ വർത്തമാനത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ ആർക്കെങ്കിലും വന്നു പോയെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നിവിടെ ഒന്നിച്ചിരുന്ന് പറഞ്ഞ് കേട്ട് സന്തോഷിച്ച് ദ്വാരന്ന് പിരിയുന്നത് പോലെ എന്നേക്കുമായി നമ്മളെയൊക്കെ അർശിൻ്റെ തണലിലും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എന്നേക്കുമായി സ്വർഗത്തിലും അള്ളാഹു നമ്മളെയൊക്കെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. നമ്മുടെ ഉറ്റവരുടേവർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികളോടൊപ്പം നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അള്ളാഹു നമ്മളെയൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ആ ഫിർദൗസ് കാണുന്നത് വരെയുള്ള കാലത്ത് നമ്മുടെ കാലുകൾ ഇടറിപ്പോകാതെ നന്മയിൽ ഹക്കിൽ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ജീവിത പ്രയാസങ്ങളുടെ പേരിൽ, ദുരിതങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും പേരിൽ നമ്മുടെ ജീവിതം പാഴായി പോകാതെ പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളെയും വ്യഥകളെയും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. രോഗങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ പള്ളികളെയും മദ്രസകളെയും ഒക്കെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. ലോകമെമ്പാടും ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കാവലിലായി അള്ളാഹു നമ്മളെ ഏറ്റെടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.